കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യം അല്പം കൂടുതലാണ്. അപ്പോൾ അവരെ കേൾക്കാനുള്ള മനസ്സ് ലീഡർഷിപ്പിനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ ഒരു താമസം ഉണ്ടായതെങ്കിലും ആത്മവിശ്വാസത്തിനൊന്നും ഒരു കുറവും ഉണ്ടായിട്ടില്ല. നമ്മുടെ ആത്മവിശ്വാസം പിണറായി വിജയൻ ഇത്രയും ധാർഷ്ട്യത്തോടു കൂടി ഈ സർക്കാരിനെ ഇടതുപക്ഷത്തിൻ്റെ സർക്കാരിനെ നയിക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. ഇന്ന് വരെ ഇല്ലാത്ത രീതിയിൽ CPM-ൻ്റെ ഏറ്റവും സമുന്നതരായ നേതാക്കളാണ്. എല്ലാം ജില്ലാ കമ്മിറ്റി അംഗങ്ങളും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുമാണ് ഈ പാർട്ടിക്കെതിരെ ഈ പാർട്ടി ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് വരുന്നത്. ഞങ്ങളല്ല പറയുന്നത്. അവിടെ ഒരു കോക്കസാണ് പിണറായി വിജയനും പറയും പോലെ PWD മിനിസ്റ്ററും നടത്തുന്നൊരു കോക്കസാണ്. വെട്ടിനിരത്തലാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. CPM-ന് ധാർമ്മികമായി പിന്നെ ജമാഅത്ത് ഇസ്ലാമിയെ കൂടെ പിടിച്ചു അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാനുള്ള അതുമായി ബന്ധപ്പെട്ട വിമർശനം ഉന്നയിക്കാനുള്ള ധാർമ്മികമായ ഒരു അവകാശവും CPM-നില്ല. കാരണം അവരാണ് കുറേ കാലം കൊണ്ടുനടന്നത്. ഇപ്പോൾ CPM കൊണ്ടു നടന്നിട്ട് ഞങ്ങൾ കൊണ്ടു നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവരാണല്ലോ മാതൃക പ്ലേസ് ചെയ്യുന്നത്. RSS-ഉം CPM-ഉം തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഇപ്പം ഞാൻ ചോദിക്കുന്നത് അവർക്ക് ആവശ്യം പോലെ വർഗീയതയും വിദ്വേഷവും ഇന്ന് CPM പറയുന്നുണ്ട്. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ച് പറയാൻ അവർക്ക് ഒരു യോഗ്യതയില്ല എന്നാണ് ഞാൻ പറയുന്നത്. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. കേരളത്തിൽ വളരെ നിർണായകമായ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഓരോ മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്നു. ഇതുമായി ബന്ധപ്പെട്ട ചിലയിടങ്ങളിൽ ചില വിവാദങ്ങൾ പുകയുന്നു, ചിലയിടങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ചിലയിടങ്ങളിൽ സ്മൂത്തായ കാര്യങ്ങൾ പോകുന്നു. പരിശോധിക്കാൻ നമുക്ക് UDF-ൻ്റെ പ്രതീക്ഷകൾ എത്രത്തോളം. കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന UDF-ന് ഇക്കുറി വലിയ പ്രതീക്ഷയാണ്. കാരണം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അവർ നേടിയ ഉജ്ജ്വല വിജയം തന്നെയാണ്. നോക്കാം നമുക്ക് ഇപ്പോൾ അവർക്ക് എത്രത്തോളം ആത്മവിശ്വാസമുണ്ട്, എത്രത്തോളം കോൺഫിഡൻ്റായി പ്രചരണ രംഗത്ത് സജീവമാകാൻ സാധിക്കുന്നു. നമ്മോടൊപ്പം ചേരുകയാണ് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ ശ്രീ നേമം ഷജീർ. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. എന്തുണ്ട്? സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ചില വിവാദങ്ങളുണ്ട്, ചില പൊട്ടിത്തെറികളുണ്ട്. എങ്കിലും എത്രത്തോളം കോൺഫിഡൻ്റ് ആണ് വീണ്ടും കേരളത്തിലൊരു UDF ഭരണം എത്രത്തോളം നിങ്ങൾ കാണുന്നുണ്ട് അതിൻ്റെ സാധ്യതകൾ? UDF-നേക്കാൾ കോൺഫിഡൻറ്റ് കേരളത്തിലെ ജനങ്ങൾക്കാണ്. UDF അധികാരത്തിൽ വന്നേ പറ്റൂ എന്നുള്ള വാശി കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായി എന്നുള്ളതാണ്. ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഈ പറയുന്ന തർക്കങ്ങളും വിവാദങ്ങളൊക്കെ എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും ഉണ്ടാകുന്നതാണ്. അപ്പം അതൊന്നും അങ്ങനെ വലിയ പ്രാധാന്യത്തോടു കൂടി കാണേണ്ടതില്ല. എങ്കിലും പാർട്ടി എല്ലാ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളെയും വളരെ ഗൗരവത്തോട് കണ്ട് നമുക്ക് തിരഞ്ഞെടുപ്പാണ് പ്രധാനം. അപ്പം ശരിക്കും അഭിപ്രായ വ്യത്യാസത്തിനൊന്നും ഒരു പ്രസക്തിയുമില്ല. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ അഭിപ്രായ വ്യത്യാസത്തിനൊന്നും ഒരു പ്രസക്തിയുമില്ല. കാരണം അതിനപ്പുറം കേരളത്തിൽ ഈ UDF അധികാരത്തിൽ വരണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണ് ഓരോ കോൺഗ്രസിൻ്റെ പ്രവർത്തകരും സാധാരണക്കാരും. അപ്പം എന്ത് വില കൊടുത്തും എന്ത് ത്യാഗം സഹിച്ചും ആ പാർട്ടി അധികാരത്തിൽ എത്തിക്കുക എന്നുള്ള വലിയ ദൗത്യം നിൽക്കുമ്പോൾ ഈ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല എന്നുള്ളതാണ്. പിന്നെ ആത്മവിശ്വാസത്തിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായ UDF-നുണ്ടായ മുന്നേറ്റം ചെറുതല്ല. അപ്പോൾ എല്ലാ തലത്തിലും ചെറുപ്പക്കാരൊക്കെ വളരെ വാശിയേറിയ മത്സരം കാഴ്ചവെച്ചു, വലിയ മുന്നേറ്റമുണ്ടായി. സമരരംഗത്തൊക്കെ സജീവമായി ഉണ്ടായിരുന്ന നിരവധി യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് ജില്ലാ പഞ്ചായത്തിൽ ജയിച്ചത്. അതുപോലെ തന്നെ വാർഡുകളിലും നഗരസഭകളിലും വിജയിച്ചു വന്നത്. അപ്പം അതുപോലെ തന്നെ കേരളത്തിൽ നമ്മൾ മുന്നോട്ട് വെച്ച ആ ആശയങ്ങൾ, ഈ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യങ്ങൾ മുഴുവൻ കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വിജയം എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്നത്, അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്ന ഭരണ വിരുദ്ധത, ജനവിരുദ്ധമായിട്ടുള്ള ഭരണം, അത് ജനങ്ങളുടെ മുന്നിൽ എക്സ്പോസ് ചെയ്യാൻ UDF-ന് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ആത്മവിശ്വാസം പെട്ടെന്നുണ്ടായതല്ല. കഴിഞ്ഞ 5 വർഷം ഈ പറയുന്ന പോലെ ഈ സർക്കാരിൻ്റെ തെറ്റായ ചെയ്തികൾ, ജനങ്ങൾക്കെതിരെ ഉണ്ടായ തെറ്റായ ഭരണങ്ങൾ, അതിന് കൃത്യമായി ജനങ്ങളുടെ മുന്നിൽ എക്സ്പോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ അത് വലിയ ആവേശത്തോടു കൂടി ഏറ്റെടുത്ത് പിന്തുണ നൽകിയതിൻ്റെ ആത്മവിശ്വാസത്തിലാണ് UDF നിൽക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പിന്നെ അവതരിപ്പിച്ച സ്ഥാനാർത്ഥികളെല്ലാം മികച്ച സ്ഥാനാർത്ഥികളാണ്. അപ്പോൾ അല്പം ഒന്ന് വൈകി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞങ്ങൾ പിറകോട്ട് പോയി എന്നുള്ളതല്ല. കൂടുതൽ സൂക്ഷ്മമായി വിജയസാധ്യത ഉള്ള സ്ഥാനാർത്ഥികളെ, കാരണം റിസ്ക് എടുക്കാൻ കഴിയാത്തൊരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. ജീവൻ മരണ പോരാട്ടമാണ്. അപ്പോൾ ഒരു 1-2 മിനിറ്റോ അല്ലെങ്കിൽ 1-2 മണിക്കൂർ വൈകി എന്നുള്ളത് കൊണ്ടുള്ള പ്രശ്നമല്ല. വൈകിയാലും ഏറ്റവും ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ, ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് UDF-ൻ്റെ ഉത്തരവാദിത്വം. ഏറ്റവും പെട്ടെന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് കൊണ്ട് തെറ്റായൊരു തീരുമാനം എടുക്കുന്നതിനേക്കാൾ നല്ലത് കൂട്ടായി ആലോചിച്ച് എല്ലാവരുടെ അഭിപ്രായങ്ങളും മാനിച്ച് പരമാവധി ചർച്ചകൾ ചെയ്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു പരമാവധി ഒഴിവാക്കി പ്രഖ്യാപിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ ഒരു ജനാധിപത്യ മര്യാദ എന്ന് പറയുന്നത്. CPM-നും BJP-യിലും ഉൾപാർട്ടി ജനാധിപത്യം വളരെ കുറവാണ്. കേഡറാണ്, അവർ അവതരിപ്പിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യം അല്പം കൂടുതലാണ്. അപ്പോൾ അവരെ കേൾക്കാനുള്ള മനസ്സ് ലീഡർഷിപ്പിനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ ഒരു താമസം ഉണ്ടായതെങ്കിലും ആത്മവിശ്വാസത്തിനൊന്നും ഒരു കുറവും ഉണ്ടായിട്ടില്ല. നമ്മുടെ ആത്മവിശ്വാസം പിണറായി വിജയൻ ഇത്രയും ധാർഷ്ട്യത്തോടു കൂടി ഈ സർക്കാരിനെ ഇടതുപക്ഷത്തിൻ്റെ സർക്കാരിനെ നയിക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. ഈ മറ്റൊന്ന്, കഴിഞ്ഞ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ നേമം ഷജീർ വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്.
ഒരു പൊട്ടൻഷ്യൽ നിയമസഭാ കാൻഡിഡേറ്റായി പലരും പറഞ്ഞു കേട്ടു. ഇക്കുറി ഉണ്ടാകുമെന്നാണ് പലരും കരുതിയത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാൻഡിഡേറ്റ് ആയിരിക്കും എന്ന് കേട്ടു. അതിൽ എന്താണ് അവസാന നിമിഷം ഈ അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹങ്ങൾക്കപ്പുറമാണ് പിന്നെ ഈ പാർട്ടിയുടെ നിലനിൽപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന ജനങ്ങളുടെ ഒരു ആഗ്രഹം നിറവേറ്റുക എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം, പാർട്ടി ആവശ്യപ്പെട്ടു നഗരസഭയിൽ, തിരുവനന്തപുരം നഗരസഭയിൽ ഒരു മത്സരം കാഴ്ചവെക്കണം. BJP ഏകപക്ഷീയമായി കടന്നു വരുന്നൊരു സാഹചര്യമുണ്ട്. പാർട്ടി മത്സരിക്കാൻ ആവശ്യപ്പെട്ടു, ഞാൻ മത്സരിച്ചു. അപ്പോൾ ഈ പറയുന്നത് പോലെ എല്ലാവർക്കും ഉള്ളതുപോലെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്കപ്പുറം ഈ പാർട്ടി അധികാരത്തിൽ കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യമുണ്ട്. അതുകൊണ്ടാണ് പലതും ത്യാഗം ചെയ്യാൻ ഓരോ പാർട്ടി പ്രവർത്തകരും തയ്യാറാകുന്നത്. അപ്പോൾ അവിടെ മികച്ച പോരാട്ടം നടത്താൻ കഴിഞ്ഞു. വർഗീയതയ്ക്കെതിരെ ഒരു പോരാട്ടം നടത്താൻ കഴിഞ്ഞു. നിയമം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണലി പൊളിറ്റിക്കലി സ്ഥാപനമാണ് എന്ന് സ്ഥാപിക്കാൻ പലരും ശ്രമിച്ചു. അതങ്ങനെയല്ല. അതിനകത്ത് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു വലിയ ജനവിഭാഗമുണ്ട്. നിയമത്തെ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല, അവിടുത്തെ ജനങ്ങളെ വില കുറച്ച് കാണാൻ പാടില്ല എന്ന് ബോധ്യപ്പെടുത്താനും കൂടിയുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. ഒരു പരിധിവരെ എനിക്ക് കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ വോട്ടിംഗ് പാറ്റേൺ മനസ്സിലാക്കിയാൽ എന്നെപ്പോലെ ഒരാൾക്ക് 2ാം സ്ഥാനത്ത് വരാൻ കഴിയുകയും 1600 രൂപ വോട്ട് പിടിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് അത് പൊളിറ്റിക്കലി കറക്റ്റായിരുന്നു കോൺഗ്രസിൻ്റെ തീരുമാനം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ഫൈറ്റ് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരസഭാ മേയറാവാൻ സാധ്യതയുള്ള ഒരാൾക്കെതിരെ ഒരു ഫൈറ്റ് കാഴ്ചവെക്കുക. അപ്പോൾ ഞാനൊരു ചെറുപ്പക്കാരനാണ്, യൂത്ത് കോൺഗ്രസ്സാണ്, എനിക്ക് ഇനിയും സമയമുണ്ടാവും. ഈ പറഞ്ഞതുപോലെ എല്ലാ സാധ്യതകളുമാണ്, നിയമസഭയിൽ മത്സരിക്കാനുള്ള അവസരങ്ങളും സാധ്യതകളൊക്കെ തുറന്നുണ്ടായിരുന്ന സമയത്ത് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ബോധപൂർവ്വം ഞാൻ തന്നെ സമ്മതം മൂളി എന്നുള്ളതാണ്. കാരണം നമുക്ക് അതിൻ്റെ സെമി ഫൈനൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സെമി ഫൈനൽ എന്ന് പറഞ്ഞാൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ നമ്മൾ കോർപ്പറേഷനിൽ നമ്മളൊരു ഫൈറ്റ് കാഴ്ചവെച്ചില്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടമുണ്ടാകുമായിരുന്നു. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കും. അപ്പോൾ ഞാനടക്കമുള്ള ആളുകൾ മത്സരിക്കാൻ തയ്യാറായപ്പോൾ, ഇപ്പോൾ ജില്ലാ പ്രസിഡന്റ് നിയമസഭയിൽ മത്സരിക്കാൻ സാധ്യതയുള്ള ഒരു ജില്ലാ പ്രസിഡന്റ് വാർഡിൽ മത്സരിക്കാൻ പോയി എന്ന് പറയുമ്പോൾ നിരവധി ആളുകൾക്ക് അത് ഇൻസ്പിറേഷനായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല ആളുകളും നിയമസഭാ സീറ്റ് മോഹിക്കുന്ന പലരും വാർഡിലേക്ക് മത്സരിക്കാൻ തയ്യാറാവുകയും പാർട്ടിക്ക് വേണ്ടി വലിയൊരു പോരാട്ടം നടത്താൻ ചെറുപ്പക്കാർ മുന്നോട്ട് വരാൻ കാരണമായി എന്നുള്ള ഒരു സന്തോഷം എനിക്കുണ്ട്. ഇപ്പോൾ ശബരി ചേട്ടൻ അടക്കമുള്ള ആളുകൾ മത്സരിക്കാൻ തയ്യാറായി. ഞങ്ങൾ 10ൽ നിന്ന് 21ലേക്ക് ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞു. വലിയ പോരാട്ടം നടത്താൻ കഴിഞ്ഞു. വലിയ എഡ്ജ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ആ തിരുവനന്തപുരം നഗരസഭയിൽ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന് പ്രവചിച്ച സ്ഥലത്ത് നമുക്കൊരു ഫൈറ്റ് നടത്താൻ കഴിഞ്ഞത് കേരളത്തിൽ മുഴുവൻ ഓളം ഉണ്ടാക്കാനും കേരളത്തിലെ മുഴുവൻ ചെറുപ്പക്കാരെ ആവേശത്തിലാക്കണം. മത്സരിച്ച സ്ഥാനാർത്ഥികൾ കൂടുതൽ ശക്തമായി പ്രചരണം നടത്തി അവരെയൊക്കെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിന് സ്വാധീനിക്കാനും തിരുവനന്തപുരത്തെ ഈ പറയുന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനം സഹായിച്ചു എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്ക് അവസരം കിട്ടിയിരുന്നു. പക്ഷേ അന്ന് യുവാക്കൾക്ക് UDF അവസരം കൊടുത്തെങ്കിലും പല മണ്ഡലങ്ങളും അവരുടേതായിരുന്നില്ല. അപ്പോൾ ഇക്കുറി അങ്ങനെ ഒരു അഭിപ്രായവും കൂടി ഉണ്ടായിരുന്നു. യുവാക്കൾക്ക് അവസരം കൊടുക്കണം, അവർ പ്രവർത്തിച്ച സ്ഥലത്ത് തന്നെ എന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഭാഷണം നടക്കുന്നതിനിടയിലാണ് നേമം ഷജീറിൻ്റെ പേരൊക്കെ നേരത്തെ കേട്ടത്. അതെ, വളരെ സജീവമായി ഉണ്ടായിരുന്നു. പലരും അതിനുവേണ്ടി തയ്യാറെടുക്കണമെന്നും പിന്നെ നമ്മുടെ അങ്ങനെ കടന്നു വരണം, നമുക്ക് ഭാവിയൊക്കെ നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനപ്പുറം ഞാൻ പറഞ്ഞില്ലേ, ഒരു പാർട്ടി പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ നമ്മൾ പാർട്ടിക്ക് എന്ത് ചെയ്യാൻ കഴിയും. ഇപ്പം ഞാൻ എന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റായത് പാർട്ടിയാണ്. ഈ പാർട്ടിക്ക് എന്നിൽ നിന്ന് തിരിച്ചെന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ, തിരിച്ചൊരു സഹായം ചെയ്തു കൊടുക്കാൻ കഴിയുമ്പോൾ, അപ്പോൾ ഞാനൊരു വാർഡ് പിടിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് ഉത്തരവാദിത്വം. ഇപ്പം നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഒരു പ്രസക്തിയില്ല, ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കാണ് പ്രസക്തി. ജനങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിനെ മാറ്റി സ്ഥാപിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു റിസ്ക് എടുക്കാനും തയ്യാറല്ല. നമ്മുടെയൊക്കെ കരിയർ അതല്ല പ്രധാനം. പാർട്ടി എങ്കിലും ഒരു ചലഞ്ച് നേരിടുന്ന സമയത്ത് ആ ചലഞ്ചിനെ ഫേസ് ചെയ്ത് നമ്മളൊക്കെ മുന്നിൽ നിൽക്കുക. അതൊരു ഇപ്പോൾ ഞാൻ എൻ്റെ ലീഡർഷിപ്പിനെ കണ്ടു പഠിച്ചത് തന്നെയാണ്. ഇപ്പോൾ മുരളീധരൻ നേമത്തു നിന്ന് മത്സരിച്ചില്ലേ, അദ്ദേഹത്തിന് എന്തെല്ലാം അവസരം ഉണ്ടായിരുന്നു. കേരളത്തിലെ ഏത് നിയോജകമണ്ഡലത്തിലും മത്സരിക്കാൻ കഴിയുന്ന ഒരാളായിരുന്നല്ലോ മുരളീധരൻ. പക്ഷേ പാർട്ടി അദ്ദേഹത്തിന് ഈ സംഘപരിവാർ ശക്തികൾക്കെതിരെ BJPക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം വന്ന് നേമത്ത് പോലും ഫൈറ്റ് ചെയ്തു. നേമത്ത് അദ്ദേഹത്തിൻ്റെ ഫൈറ്റ് കാരണമാണ് BJPയുടെ അക്കൗണ്ട് പോലും പൂട്ടിയത്. അപ്പോൾ എൻ്റെ ലീഡേഴ്സ് മുരളീധരൻ മാത്രമല്ല, KPCC പ്രസിഡന്റ് ആയിരുന്നാലും പ്രതിപക്ഷ നേതാവാണെങ്കിലും ഷാഫി പറമ്പിൽ വർക്കിംഗ് പ്രസിഡന്റ് ആണെങ്കിലും ഇവരെല്ലാം മുന്നോട്ട് വയ്ക്കുന്നത് പാർട്ടി ആവശ്യപ്പെടുന്ന സമയത്ത് മത്സരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്നെക്കൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ പറയുന്നത് എല്ലാ പ്രവർത്തകരും ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം തന്നെയാണ് ഞാൻ നിർവഹിച്ചത്. മനസ്സിലായി. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യം മറ്റൊന്നും നടക്കുന്നു. തലപ്പത്ത് തന്നെ ഒരു തർക്കം നടക്കുന്നുണ്ട്. ശ്രീ K. സുധാകരൻ മത്സരരംഗത്തേക്ക് വന്നേക്കും എന്നാണ് കേൾക്കുന്നത്. അദ്ദേഹത്തെ ഒരു കാരണവശാലും അനുനയിപ്പിക്കുവാൻ പാർട്ടി നേതൃത്വത്തിന് സാധിച്ചില്ല. ഹൈക്കമാൻഡ് കിണഞ്ഞ് പരിശ്രമിച്ചു, ഇപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം മത്സരരംഗത്ത് ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അടൂർ പ്രകാശും K. സുധാകരനും ഇളവ് ലഭിച്ചേക്കും എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉള്ള ഫ്ലാഷ് ന്യൂസിൽ നിന്നും ബ്രേക്കിംഗ് ന്യൂസിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരിക്കും ഞാൻ ചോദിക്കട്ടെ, അതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാനുള്ള ഒരു സ്ഥാനത്തല്ല ഞാൻ ഇരിക്കുന്നത്. എങ്കിലും അദ്ദേഹം ഉയർന്ന ഒരു സ്ഥാനത്തിരിക്കുന്ന ഈ പാർട്ടിയെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ, കണ്ണൂർ രാഷ്ട്രീയമൊക്കെ നമുക്കറിയാം, അക്രമ രാഷ്ട്രീയം, കണ്ണൂരിലെ പ്രവർത്തകർക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത കാലഘട്ടത്തിൽ ഈ പാർട്ടിക്ക് വേണ്ടി വളരെ സജീവമായി പ്രവർത്തിച്ച് പാർട്ടിയുടെ സംരക്ഷകനായി നിന്ന ആളുകളാണ്. അദ്ദേഹം പറയുന്നതിൽ എന്തെങ്കിലും
അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ന്യായങ്ങളുണ്ടാവാം, പ്രവർത്തകരുടെ ആഗ്രഹങ്ങളായിരിക്കും. കണ്ണൂർ സുധാകരൻ MLA ആവണം അല്ലെങ്കിൽ നേതാവായി വരണമെന്ന് പറയുന്ന അവിടുത്തെ നിയോജകമണ്ഡലത്തിലെ പ്രവർത്തകരുടെ ആഗ്രഹമാകാം. പക്ഷേ എന്ത് തന്നാലും അതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നത് ഹൈക്കമാൻഡാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹൈക്കമാൻഡ് എന്ത് തീരുമാനം, പാർട്ടിയുടെ ലീഡർഷിപ്പ് എന്ത് തീരുമാനമെടുത്താലും പിന്നെ കെ സുധാകരൻ മുതൽ സാധാരണക്കാർ വരെ അനുസരിക്കുമെന്നുള്ളതാണ്. ഒരിക്കലും കെ സുധാകരനെ പോലുള്ള ഈ പാർട്ടിക്ക് വേണ്ടി ഇത്രയും കാലം ജീവിച്ചൊരു മനുഷ്യൻ പാർട്ടിയെ വെട്ടിലാക്കുന്ന ഒരു തീരുമാനം എടുക്കില്ല എന്നാണ് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. അദ്ദേഹത്തെ മത്സരിക്കാൻ അനുവദിച്ചില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം പാർട്ടി വിട്ടു പോയേക്കുള്ള അങ്ങനെ ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. കെ സുധാകരൻ എന്നല്ല, കേരളത്തിലെ അദ്ദേഹമാണ് ഈ പാർട്ടി ഉണ്ടാക്കിയത്. അങ്ങനെ ഒരാൾ പാർട്ടിയെ വിട്ടുകൊടുക്കാൻ തയ്യാറാകുമെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. കാരണം ഞങ്ങളുടെയൊക്കെ റോൾ മോഡലാണ്. അതൊരിക്കലും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നിന്നും ഇത്രയും ദിവസം പിന്നിടുമ്പോൾ ഈ തിരുവനന്തപുരം ജില്ലയിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കാൻ ഇനിയുള്ളത്. അതായത് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഭരണം BJP പിടിച്ചത് വലിയ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി അവർ 2ാം സ്ഥാനത്തുണ്ടായിരുന്നു. ഇപ്പോൾ 1ാം സ്ഥാനത്തേക്ക് എത്തുകയാണ് ചെയ്തിരിക്കുന്നത്. എങ്കിലും താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു 10-ൽ നിന്നും 21-ലേക്ക് എത്തുവാൻ UDFന് സാധിച്ചു. അതിൽ നിന്നും എന്താണ് മനസ്സിലാക്കുന്നത്? ജനങ്ങൾ ഇക്കുറി ഈ തിരഞ്ഞെടുപ്പിൽ ആർക്ക് അനുകൂലമായി ഈ തിരുവനന്തപുരം പ്രദേശത്ത് വോട്ട് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ഒരു ഫീഡ്ബാക്കിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്? അവർക്ക് ഈ കൂടുതൽ സീറ്റുകൾ BJPക്ക് കൊടുക്കുമോ അതോ LDFനൊപ്പം നിൽക്കുമോ? എങ്ങനെയാണ് തോന്നുന്നത്? ജനങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണ്? അവരെന്താണ് പറയുന്നത്? അല്ല, ഞാൻ പറഞ്ഞില്ല, ഈ ജനങ്ങൾ ശരിക്കും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേൺ ആയിരിക്കില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇപ്പം കേരളത്തിലെ ജനങ്ങൾ ഒരു ഭരണമാറ്റമാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. നിരവധി കാരണങ്ങളുണ്ട്. തിരുവനന്തപുരം മൊത്തമുള്ള കേരളം മുഴുവൻ ഒരേ പാറ്റേണിലായിരിക്കും. ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടാകും. കാരണം ആളുകൾ നോക്കുമ്പോൾ എന്താണ്, ഒന്ന് ആശുപത്രിയിൽ സാധാരണക്കാരന് ഒരു മെഡിക്കൽ കോളേജിലേക്ക് പോയി ഒന്ന് ചികിത്സിക്കാമെന്ന് വെച്ചാൽ അതുപോലും കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഒരു MRI സ്കാനിങ്ങിന് വേണ്ടി നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോവുകയാണ്. 6 മാസം കഴിയാതെ സ്കാനിങ് റിപ്പോർട്ട് കിട്ടത്തില്ല, സ്കാനിങ്ങിൻ്റെ ഡേറ്റ് കിട്ടത്തില്ല. ഒരാൾ ഗുരുതര രോഗവുമായി മെഡിക്കൽ കോളേജിൽ ചെല്ലുകയാണ്, അടിയന്തര ശസ്ത്രക്രിയ ആവശ്യപ്പെടേണ്ട ഒരു രോഗിയാണ്. അപ്പോൾ MRI സ്കാനിങ്ങിൻ്റെ ഡേറ്റ് ഇടുന്നത് 6 മാസമാണെങ്കിൽ 6 മാസം വരെ ഇയാൾ ജീവിച്ചിരിക്കുമെന്നാണ് ഉറപ്പ്. അപ്പോൾ ഏറ്റവും സാധാരണക്കാരനെ ബാധിക്കുന്ന ഒരു വിഷയമാണ് പറയുന്നത്. വലിയ രാഷ്ട്രീയം പറയാം, ഞാൻ പറയുന്നത് ഏറ്റവും എന്നെയും നിങ്ങളെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് പറയുന്നത്. അപ്പോൾ ഇത് വലിയ മടുപ്പുണ്ടാക്കും, ജനങ്ങൾക്ക് ഒരു വലിയ ഫ്രസ്ട്രേഷൻ ഉണ്ടാകും ഈ ഗവൺമെൻറ്റിനെതിരെ. അപ്പം നിരാശരാണ് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ. ഞാൻ ആശുപത്രിയുടെ കാര്യം മാത്രമല്ല, ഇതിപ്പോൾ സർക്കാരിൻ്റെ വക്താക്കൾ പറയുന്നത് ഞങ്ങൾ ക്ഷേമ പെൻഷൻ കൊടുത്തു, റോഡ് വികസനം, കിഫ്ബിയുടെ തോളിലേറി വലിയ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു, തൊഴിൽ സൃഷ്ടിക്കുന്നു, സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ കേരളം മുൻപന്തിയിലേക്ക് വരുന്നു. ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെ ജനങ്ങൾ ഞങ്ങളെ വെറുക്കും, ഞങ്ങളെ മാറ്റാൻ ആഗ്രഹിക്കുന്നു? അവർ ചോദിക്കുന്നുണ്ട്. ജനങ്ങൾ എന്താണ് പറയുന്നത് എന്നുള്ളതാണ്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അടിസ്ഥാനപരമായ അവരുടെ ആവശ്യങ്ങൾ, ഇപ്പോൾ റോഡും ഈ പറയുന്ന ബിൽഡിങ്ങിൻ്റെ നവീകരണം, റോഡിൻ്റെ നവീകരണം, ഹൈവേ, ഇതെല്ലാം കാലാനുസൃതമായി എല്ലായിടത്തും ഉണ്ടാകുന്ന മാറ്റമാണ്. ഇപ്പം ഈ പറയുന്ന റോഡുകളും കെട്ടിടങ്ങളും പുതുതായി ഉണ്ടാക്കിയത് പിന്നെ ഈ സർക്കാരിൻ്റേതായ കഴിവ് കൊണ്ട് സ്വയം പര്യാപ്തത ആർജിച്ച് തനതായ വരുമാനത്തിൽ നിന്ന് ഉണ്ടാക്കിയതല്ല. നിങ്ങൾ മനസ്സിലാക്കി, ഇന്ന് കേരളത്തിൻ്റെ കടമെന്ന് പറയുന്നത് 6 ലക്ഷം കോടി രൂപയാണ്. അതൊരു വട്ടിപ്പലിശക്കാരൻ്റെ കയ്യിൽ നിന്ന് കടം മേടിക്കുന്നു, ചെലവഴിക്കുന്നു. ഞാൻ പല പദ്ധതികളും പല കരാറുകളും CPM നേതാക്കൾ കൈയിട്ട് വരുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിന്നെ മന്ത്രി VK പ്രശാന്ത്, വട്ടിയൂർക്കാവിലുള്ള തിരുവനന്തപുരത്തെ കാര്യമായതുകൊണ്ടാണ് പറയുന്നത്, VK പ്രശാന്തിനെതിരെ അല്ലെങ്കിൽ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഒരു സൊസൈറ്റിക്കെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്താണ് കാരണം? അദ്ദേഹത്തിന് വികസനത്തിൻ്റെ ഭാഗമായി കരാർ കൊടുത്തിരിക്കുകയാണ്. നിരവധിയായിട്ടുള്ള അഡ്വഞ്ചർ പാർക്ക്, ഇപ്പം പിന്നെ കഴക്കൂട്ടത്തൊരു ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അവിടെ പറയുന്ന ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് പരിചയസമ്പന്നത വേണം, അക്കൗണ്ടബിലിറ്റി വേണം, അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെ, നടപടികളോ ഒന്നും പാലിക്കാതെ നേരിട്ട് അദ്ദേഹത്തിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. VK പ്രശാന്ത് MLA നേതൃത്വം കൊടുക്കുന്ന സൊസൈറ്റി, അതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ പരിണിതഫലമായിട്ട് എന്ത് സംഭവിച്ചു? ഗ്ലാസ് എല്ലാം പൊട്ടി വീണു. ഞാൻ പറയുന്നത് ഈ കരാറുകൾ, വികസനങ്ങളെല്ലാം എന്താണ്, ഈ നേതാക്കൾക്ക് കൈയിട്ട് വരുന്നതിന് വേണ്ടിയുള്ള പുകമറയാണ്. ഇപ്പോൾ ഗണേഷ് കുമാറിൻ്റെ ഭാര്യയ്ക്ക് ലക്ഷങ്ങളുടെ കരാർ കൊടുത്തില്ലേ? കേര ഫണ്ടിൻ്റെ എണ്ണ വിദേശത്ത് നൽകാനുള്ള എന്താണ് മാനദണ്ഡം? ഗണേശിൻ്റെ ഭാര്യ ആയതുകൊണ്ടാണ് മാനദണ്ഡം. അപ്പം ജനങ്ങൾ നോക്കുമ്പോൾ CPM നേതാക്കളുടെ ഭാര്യമാർക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള എല്ലാ വഴിയും തുറന്നു കൊടുക്കുന്നു. ഗണേശിൻ്റെ ഭാര്യയ്ക്ക്, ഗണേശിൻ്റെ മന്ത്രിയാണ്, ഗണേശിൻ്റെ ഭാര്യയ്ക്ക് കൂടി ഒരു കരാർ കൊടുക്കുകയാണ്. ഇപ്പോൾ VK പ്രശാന്ത് MLA ആണ്, എന്നിട്ട് VK പ്രശാന്തിന് വീണ്ടും കരാർ കൊടുക്കുന്നു. അപ്പോൾ സാധാരണക്കാർക്ക് എന്ത് കിട്ടുന്നു എന്ന് ആളുകൾ നോക്കൂലേ? അവർക്ക് കിട്ടുന്നത് എന്താണ്? അവർ MRI സ്കാനിങ്ങിന് പോയി 6 മാസം കഴിഞ്ഞാണ് കിട്ടുന്നത്. ഇനി നോക്കിയിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച് PSCയുടെ റാങ്ക് ലിസ്റ്റിൽ 1ാം റാങ്ക് നേടിയ കുട്ടികൾ സമരം ചെയ്തു, അവർക്ക് ജോലി പോലും കിട്ടിയില്ല. ഇപ്പോൾ റോഡും നിങ്ങൾ പറഞ്ഞതുപോലെ വികസന പ്രവർത്തനം അവിടെ നിൽക്കട്ടെ, പക്ഷേ ഇവിടുത്തെ ആളുകൾക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. അവർക്ക് ആ ഒരു വികാരമുണ്ടോ? അതായത് ജനങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നുണ്ടോ ഞങ്ങൾക്ക് ഇത്തരത്തിലൊരു സർക്കാരിനെ വേണ്ട, ഒരു ഭരണമാറ്റം ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ആത്മാർത്ഥമായി അവർ അങ്ങനെ പറയുന്നുണ്ട്? അഴിമതി കാര്യങ്ങളൊക്കെ അവർ അതെങ്ങനെ പറയാൻ കഴിയും? നിങ്ങൾ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒന്ന് കടന്നു പോകും. ഈ സെക്രട്ടറിൻ്റെ മുന്നിൽ സമരം ചെയ്യാത്ത ഏത് വിഭാഗമുണ്ട്? അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, ഈ ഗവൺമെൻറ് കൊണ്ട് അവർ ഓക്കെ ആണെങ്കിൽ അവരെന്തിനും സമരത്തിന് ഇറങ്ങണം.
സെക്രട്ടറിന് മുന്നിൽ സമരം ചെയ്യാത്ത ഏത് സംവിധാനം, ഏത് ആളുകളുണ്ട്? ഞാൻ പറഞ്ഞ PSC റാങ്ക് ഹോൾഡേഴ്സ് സമരം ചെയ്തു, മത്സ്യത്തൊഴിലാളികൾ അവിടെ സമരം ചെയ്തു, വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നു, ഇല്ലേ, കർഷകർ സമരം, ആശാപ്രവർത്തകർ സമരം ചെയ്യുന്നു. അപ്പോൾ കേരളത്തിലെ സമസ്ത ജനവിഭാഗങ്ങളും ഈ സർക്കാരിനെതിരെ സമരം ചെയ്യുന്നത് നമ്മളെല്ലാവരും കണ്ടില്ലേ? ഈ പറയുന്നത് പോലെ എല്ലാവരും ഹാപ്പിയാണ്, എല്ലാവരും സംതൃപ്തരാണെങ്കിൽ എന്തിനാണ് അവിടെ സമരം നടക്കുന്നത്? ഞാൻ ഈ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്തെന്ന് വെച്ചാൽ, ഇത്തരത്തിലുള്ള അസംതൃപ്തി ജനങ്ങളുടെ മനസ്സിലുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അവരെ ഓർമ്മിപ്പിക്കുവാൻ UDF പ്രവർത്തകർക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. ആ രീതിയിലേക്ക് പ്രവർത്തനവും പ്രചാരണവും മുന്നോട്ട് കൊണ്ടുപോകാൻ UDFന് കഴിയുന്നുണ്ടോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഈ ചോദ്യങ്ങളിലൂടെ. അല്ല, നിങ്ങൾ നോക്കൂ, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ ചർച്ച നടക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്ന 6 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പൂജപ്പുര ജയിലിലാണ്. എന്തിനാണ്? ഈ സർക്കാരിൻ്റെ തെറ്റായ ചെയ്തികൾക്കെതിരെ സമരം നടത്തിയതിൻ്റെ പേരിലാണ്. ഞങ്ങളുടെ രീതി ജനങ്ങളുടെ വിഷയം ഏറ്റെടുത്ത് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഞങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ അവർ ജയിലിൽ കിടക്കേണ്ട ആവശ്യമില്ല. അപ്പം കേരളത്തിലെ ഇടതുപക്ഷ മന്ത്രിസഭയിലെ മന്ത്രിമാർ നടത്തുന്ന അഴിമതിക്കെതിരെ പോരാട്ടം നടത്തുക എന്നുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം പ്രതിപക്ഷ യുവജന സംഘടനകൾക്കൊണ്ട് അത് കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞങ്ങൾ ഏറ്റെടുക്കുന്ന മുദ്രാവാക്യങ്ങൾ. ഈ പറയുന്ന സർക്കാർ നടത്തുന്ന അഴിമതികൾ, സർക്കാർ നടത്തുന്ന സ്വജനപക്ഷപാതം ജനങ്ങൾക്ക് എത്തിക്കാൻ കഴിയുന്നത് കൊണ്ടാണല്ലോ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസിൽ മത്സരിച്ച, ഇപ്പം തിരുവനന്തപുരത്ത് ഞാൻ പരാജയപ്പെട്ടെങ്കിലും എൻ്റെ സഹപ്രവർത്തകർ മുഴുവൻ ജയിച്ചു കഴിഞ്ഞു. അവർ നടത്തിയ പോരാട്ടം, അവർ നടത്തിയ ആ ത്യാഗങ്ങളെല്ലാം ജനങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടാണല്ലോ അവരെ തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചു വിട്ടത്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, മന്ത്രി വീണ ജോർജ് വലിയ അസ്വസ്ഥരായില്ലേ? കരിങ്കൊടി കാണിച്ചു. 10 കൊല്ലമായി കേരളത്തിലെ പ്രതിപക്ഷ യുവജന സംഘടനയുടെ കൊടിയുടെ ചിഹ്നം മറന്നുപോയി. ഞങ്ങൾ കരിങ്കൊടി പിടിച്ചു, കരിങ്കൊടി വാഹകരെന്നാണ് ഒരു മന്ത്രി പോലും പറഞ്ഞത്. ഞാൻ പറയുന്നത്, അവസാനം മന്ത്രിക്ക് എന്ത് സംഭവിച്ചു? മന്ത്രി സമരത്തെ പേടിച്ച് പുറത്തിറങ്ങാൻ പറ്റാതെ വീട്ടിലിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഒരു അധികാരിക്ക്, ഈ പറയുന്ന കോൺഫിഡൻ്റ് ഉള്ള, നിങ്ങൾ നേരത്തെ പറഞ്ഞ ആത്മവിശ്വാസമുള്ള ഒരു പിണറായി സർക്കാരിലെ മന്ത്രിക്ക് പിന്നെ അവർ ചെയ്യുന്നതെല്ലാം ശരിയാണെങ്കിൽ അവർക്ക് തെരുവിലൂടെ ഇറങ്ങി നടന്നുകൂടെ? അവർക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. വീട്ടിൽ കള്ള നടുവേദനയാണെന്നും പറഞ്ഞ്, പിന്നെ ഇല്ലേ, കഴുത്ത് വേദനയാണ്, വ്യാജ വേദനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കള്ളത്തനം പറഞ്ഞ് വീട്ടിലിരിക്കേണ്ട അവസ്ഥ ഉണ്ടായില്ലേ? വധശ്രമത്തിന് കേസെടുത്ത് തെളിവില്ലാത്തതിൻ്റെ പേരിൽ അവരെ പുറത്തേക്ക് വിടേണ്ടി. ഞാൻ ആ ഒരു പ്രതിഷേധത്തിൻ്റെ കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കാം. ഈ നമ്മൾ കണ്ടു നവകേരള യാത്രയുടെ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം, അത് പോലീസിൻ്റെ ഭാഗത്തു നിന്നും SFI DYFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി. വളരെ ക്രൂരമായിട്ടുള്ള കൊടിയമായിട്ടുള്ള മർദ്ദനമാണെന്ന് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റുവാങ്ങിയത്. അതിനുശേഷവും സമരവുമായി തന്നെ മുന്നോട്ട് പോവുകയാണല്ലേ ഈ പ്രശ്നം? ഞങ്ങൾ എപ്പോഴാണ് ഇന്നും ഞാൻ പറഞ്ഞില്ലേ, ഇന്നും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രൈം ടൈമിൽ പോലും ഞങ്ങൾ സമരം ചെയ്തതിൻ്റെ പേരിൽ പ്രവർത്തകർ ജയിലിൽ കിടക്കുകയാണ്. ഇന്ന് അവരെ ഇറങ്ങേണ്ടതാണ്. ഇന്ന് കിട്ടത്തില്ല, നാളെ അവരെ ഇറങ്ങത്തുള്ളൂ. ഞാൻ പറയും, നമുക്ക് വിശ്രമമില്ലാതെ, ഞാൻ പറയുന്നത്, ഈ ജനങ്ങളുടെ ഒരു ആഗ്രഹമുണ്ട്. ഈ നാട്ടിലെ ജനങ്ങളാണ് ആഗ്രഹിക്കുന്നത് UDF അധികാരത്തിൽ വരണം, നിങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് ജനങ്ങളാണ് ആഗ്രഹിക്കുന്നത്. അവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പം ഞങ്ങൾക്കൊരു മടുപ്പും തോന്നാറില്ല. ഞങ്ങൾ സമരരംഗത്ത് തന്നെ വളരെ സജീവമാണ്. പരീക്ഷകളിലും, സർവകലാശാല പരീക്ഷയിലും PSC പരീക്ഷയിലും ഒക്കെ തന്നെ ക്രമക്കേട് നടത്തിയപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധമൊക്കെ കണ്ടിരുന്നു. ഇനിയും അത്തരത്തിൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകും. അല്ല, ഞാൻ അത് പറഞ്ഞത് നന്നായി. ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്താനും സാധിച്ചു. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 10 കൊല്ലമായി ഈ ജനങ്ങളുടെ വിഷയവുമായി തെരുവിലിറങ്ങുന്ന സംഘടന യൂത്ത് കോൺഗ്രസ് ആണ്. കഴിഞ്ഞ ദിവസം മന്ത്രി തന്നെ പറഞ്ഞു, മന്ത്രിയുടെ പാർട്ടിയിലെ DYFI ഉണ്ട്, അല്ലെങ്കിൽ ABVP ഉണ്ട്, അവരുടെ കൊടികളൊക്കെ പൂപ്പലടിച്ച് തുരുമ്പടിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. മറ്റൊരു സംഘടനയും സാധാരണക്കാർക്ക് വേണ്ടി അവർ തെരുവിലിറങ്ങിയ ഒരു ചരിത്രമില്ല. ഞങ്ങൾ ഏറ്റെടുക്കാത്ത ഒരു വിഷയവുമില്ല. ഈ നാട്ടിലൊരു അനീതി നടന്നാൽ, കേരളത്തിൽ ഏതെങ്കിലും ഒരു സാധാരണക്കാരനെതിരെ ഒരു അനീതി നടന്നാൽ ആദ്യം തെരുവിലിറങ്ങി അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന സംഘടന ഞങ്ങളാണ്. അതിലിപ്പോഴും വലിയ സന്തോഷം, ആത്മാഭിമാനമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ വലിയൊരു അംഗീകാരം കിട്ടിയത്. അപ്പം ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളെല്ലാം റിസൾട്ട് കിട്ടുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ ആത്മവിശ്വാസമായി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബാധിക്കാൻ പോകുന്നത്. ഇപ്പോൾ LDFകാർ പറയുന്ന ഒരു സംഭവമുണ്ട്, അവർ ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകുന്നു, ശക്തമായ ഭരണമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നേരെ നിങ്ങൾ മറുവശത്തേക്ക് നോക്കിക്കോളൂ, ഈ UDFൽ ഐക്യമില്ല, കോൺഗ്രസിൽ ഐക്യമില്ല എന്നുള്ള ആരോപണം അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നു. അല്ല, അത് അവർക്ക് പറയാൻ എങ്ങനെ കഴിയും? ഒത്തൊരുമ എന്നുള്ള സാധനം അവിടെ ഇല്ല. അവിടെ ഭയത്തോടു കൂടി അവരടിമയെ പോലെ ജോലി ചെയ്യുന്നു എന്നുള്ളതല്ല, അത് പിണറായി വിജയനെ പേടിച്ച് നിൽക്കുന്നതല്ല. അത് അവിടെ ഒരു ജനാധിപത്യ സ്വാതന്ത്ര്യമല്ല. എന്നിട്ടും ഒരു കാലത്തും ഇല്ലാത്തതുപോലെ, ഇപ്പം നമുക്ക് ഒരു ഉദാഹരണത്തിന് CPM നേതാക്കൾ, ഇപ്പം CPM എന്ത് വലിയ തെറ്റ് ചെയ്താലും, തെമ്മാടിത്തരം കാണിച്ചാലും തൊണ്ട വിടാതെ ന്യായീകരിക്കും, ഇല്ലേ? പക്ഷേ ഒരു കാലത്തും ഇല്ലാത്ത രീതിയിലാണ് ഇന്ന് CPMൻ്റെ വിമതരെ വന്ന് CPMനെതിരെ പറയുന്നത്, ഇല്ലേ? PK ശശി പറയുന്നു, കഴിഞ്ഞ ദിവസം CC മുകുന്ദൻ BJPയിലേക്ക് പോയി, ഇന്നലെ പിന്നെ ഗോവിന്ദ മാഷ്, പിന്നെ പയ്യന്നൂരിലെ കണ്ണൂരിൽ, നിങ്ങൾ നോക്ക്, ഇന്ന് വരെ ഇല്ലാത്ത രീതിയിൽ CPMൻ്റെ ഏറ്റവും സമുന്നതരായ നേതാക്കളാണ്, എല്ലാം ജില്ലാ കമ്മിറ്റി അംഗങ്ങളും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുമാണ്. ഈ പാർട്ടിക്കെതിരെ, ഈ പാർട്ടി ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് വരുന്നത് ഞങ്ങളല്ല പറയുന്നത്. ഇപ്പം സാധാരണ CPM പ്രവർത്തകരെ നമുക്കറിയാം, ഇവരുടെ ഒരു സൈബർ പോരാട്ടം നമുക്കറിയാം. എന്ത് പറഞ്ഞാലും തൊണ്ട
തൊടാതെ ന്യായീകരിക്കുന്നവരാണ് ഇല്ലേ. അവരിപ്പോൾ CPM എത്ര വലിയ ആളെ കൊന്നിട്ട് വന്നാലും അതിനെ ന്യായീകരിക്കുന്നവരാണ്. ഇന്ന് CPM തള്ളി പറയാൻ ഒരു ഡസനോളം ആളുകൾ, CPM ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ വന്ന് മുന്നിൽ നിൽക്കുകയാണ്. ഇനി CPM ശരിയല്ല എന്ന് ഞങ്ങൾ പറയുന്നതല്ല, CPM നേതാക്കൾ പറഞ്ഞാണ് മുന്നോട്ട്. ഇപ്പോൾ പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അന്നത്തെ അവിടുത്തെ MLA മധുസൂദനൻ ഇല്ലേ ഫണ്ട് തട്ടിപ്പ് നടത്തിയെന്ന് ഞങ്ങൾ പറയുന്നതിന് മുമ്പേ അവിടെ CPM നേതാക്കളാണ് പറയുന്നത്. അപ്പോൾ അവിടെ പോലും പിന്നെ CPM എന്താണ് ചെയ്യുന്നത്, ആ പറയുന്ന അഴിമതിക്കെതിരെ ശബ്ദിച്ചതിൻ്റെ പേരിൽ, രക്തസാക്ഷിയുടെ ഫണ്ട് അടിച്ചു മാറ്റിയത് തുറന്നു കാട്ടിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ റീത്ത് വയ്ക്കാനും വേണ്ടി പോയത്. ഞങ്ങളൊരു പാവപ്പെട്ട മന്ത്രിക്കെതിരെ റീത്ത് വെച്ചപ്പോൾ എന്തായിരുന്നു ആക്രോശം. ഞങ്ങൾ ഈ മെഡിക്കൽ കോളേജിലെ അല്ലെങ്കിൽ ആരോഗ്യരംഗത്തെ തകർച്ചയ്ക്കെതിരെയാണ് ഞങ്ങൾ റീത്ത് വെച്ചത്. ഞങ്ങൾ ആരെയും കൊല്ലാൻ വേണ്ടിയല്ല റീത്ത് വെച്ചത്. പക്ഷെ അവിടെ പിന്നെ DYFI റീത്ത് വെച്ചത് മധുസൂദൻ്റെ അല്ലെങ്കിൽ അവർ നടത്തിയ അഴിമതിക്കെതിരെ ശബ്ദമുയർത്തിയതിൻ്റെ പേരിൽ കൃഷ്ണൻകുട്ടി സഖാവിനെ കൊല്ലുമെന്ന് പറഞ്ഞാണ് റീത്ത് വെച്ചത്. അപ്പോൾ ഞാൻ പറയുന്നത് എന്ത് ഐക്യമാണ് അവിടെ ഉള്ളത്? ഒരു ഐക്യമില്ല. ഈ പറയുന്ന നമ്മൾ ഈ BJPയുടെ നിലവാരത്തിലേക്ക് സംസാരിക്കാൻ കഴിയില്ല. മരുമകനും അച്ഛനും അല്ലെങ്കിൽ അമ്മാവനും എന്ന് പറയാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ പറയുന്നത്. ഇപ്പോൾ അവിടെ ഒരു കോക്കസാണ്, പിണറായി വിജയനും പറയും പോലെ PWD മിനിസ്റ്ററും നടത്തുന്നൊരു കോക്കസാണ്. വെട്ടിനിരത്തലാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ഒരു തർക്കവുമില്ല. ഇപ്പോൾ അവർ തന്നെ കൊട്ടിഘോഷിച്ച ഒരു പ്രധാനപ്പെട്ട CPMൻ്റെ നേതാവാണ് കഴിഞ്ഞ ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജ. അതെ, KK ശൈലജയുടെ അവസരം നിശ്ചയിച്ചത് നമ്മളെല്ലാവരും കണ്ടില്ലേ. അപ്പോൾ പിണറായി സ്വന്തം മണ്ഡലത്തിൽ നിന്ന് മാറ്റി മത്സരിപ്പിക്കുന്നു. വേറെ ആരും വരാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ശ്യാമള അടക്കമുള്ള പിന്നെ ഗോവിന്ദ മാസ്റ്ററിൻ്റെ ഭാര്യ മത്സരിപ്പിക്കുകയാണ്, 6ാം തവണയാണ് മത്സരിപ്പിക്കാൻ നിർത്തുന്നത്. നിങ്ങൾ ആലോചിക്കണം, ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ സാജൻ പാറയുടെ ജീവനെടുത്ത ഒരു കഥ നമുക്കെല്ലാവർക്കും അറിയാം. നിങ്ങൾ അവിടെ പോലും നോക്കൂ, ഒരു പാവപ്പെട്ട സഖാവ് സാജൻ, അദ്ദേഹം ഒരു ഓഡിറ്റോറിയം തുടങ്ങാൻ വേണ്ടി മുമ്പോട്ട് വന്നപ്പോൾ പഞ്ചായത്തിൻ്റെ അനുമതി വേണമെന്ന് പറഞ്ഞു. പഞ്ചായത്ത് അനുമതി കൊടുക്കാത്തതിൻ്റെ പേരാണ് സകല നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചിട്ടും അവസാനം അനുമതി നിശ്ചയിച്ചതിൻ്റെ പേരിൽ ആ മനുഷ്യന് ജീവൻ കൊടുക്കേണ്ടി വന്നത്. എന്നാൽ പാലക്കാട് പിന്നെ മദ്യനിർമ്മാണശാല തുടങ്ങുന്നതിന് വേണ്ടി ഒരു പഞ്ചായത്തിൻ്റെ അനുമതി വേണ്ട എന്ന് CPM തീരുമാനം എടുക്കുന്നു. ഇത് രണ്ടാണ്. CPM ഇപ്പോൾ മദ്യനിർമ്മാണശാല എന്ന് പറയുന്നത് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ദോഷം വരുന്ന ഒരു സംഭവമാണ്. അതിന് പഞ്ചായത്തിൻ്റെ അനുമതി വേണ്ട. ഒരു സഖാവിന് ഓഡിറ്റോറിയം തുടങ്ങാൻ പഞ്ചായത്തിൻ്റെ അനുമതി വേണം. ഇതാണ് വ്യത്യാസം. ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. കേരളത്തിന് കൈനനയാതെ വരുമാനം കിട്ടുന്നൊരു സംഭവമാണ് മദ്യവിൽപ്പന. അല്ല, അതിൻ്റെ വലിയൊരു പങ്ക് CPM നേതാക്കൾക്ക് കിട്ടുന്നുണ്ടല്ലോ. മദ്യനിർമ്മാണശാല അല്ലെങ്കിൽ മദ്യനിർമ്മാണമാണ് CPMൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. കേരളത്തിലെ സാധാരണക്കാരുടെ ക്ഷേമമല്ലല്ലോ. ഞാൻ ചോദിക്കുന്നത്, ഈ കേരളത്തിൽ ഇത്രയും വലിയ ഒരു ബ്രെയിൻ ഡ്രെയിനിങ്, അത് മസ്തിഷ്ക ചോർച്ച എന്ന് പറയും, എത്രമാത്രം ആളുകളാണ് UK വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്നത്. ഞങ്ങൾ വളരെ ക്രിയാത്മകമായി ഈ സർക്കാരിന് ഒന്നും അവരെ തടഞ്ഞു നിർത്താനോ അവരെ ഇവിടെ പ്ലേസ് ചെയ്യാനോ ഒന്നും ഈ സർക്കാരിന് കഴിയുന്നില്ല. വലിയ അസ്വസ്ഥരാണ് യുവജനങ്ങൾ. ജെൻസി അടക്കമുള്ള, ഞാനടക്കമുള്ള, നമ്മൾ സിനിമയിൽ പറയില്ലേ, നാട്ടിലെ ചെറുപ്പക്കാർ അസ്വസ്ഥരാണ് എന്ന് ഏതോ ഒരു സിനിമയിൽ, മോഹൻലാലിൻ്റെ സിനിമയിൽ ഒരു കുട്ടി സ്കൂളിൽ പഠിക്കുന്ന കുട്ടി പറയുന്ന പോലെ ഞങ്ങൾ അസ്വസ്ഥരാണ് എന്ന് പറയുന്ന പോലെ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും പറയണം ഞങ്ങൾ അസ്വസ്ഥരാണ്. ഇത് മറ്റൊരു കാര്യം, UDFനെതിരെ ശക്തമായ പ്രചാരണ വിഷയമാക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം, അത് നേരത്തെ പ്രചാരണ ആയുധമാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ജമാഅത്തെ ബന്ധം. ജമാഅത്തയുടെ പിന്തുണ ലഭിച്ചു, അവരെ ന്യായീകരിക്കുന്ന VD സതീശൻ. ഇത് വളരെ വലിയ രീതിയിൽ UDFനെതിരെ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് LDF ഉപയോഗിക്കുന്നുണ്ട്. LDF അധികാരത്തിൽ നിന്ന് മാറി UDF അധികാരത്തിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ജമാഅത്തെ ആയിരിക്കും, അല്ലെങ്കിൽ ലീഗ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും തച്ചുടയ്ക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന ഒരു വിഷയം കൂടി ജനങ്ങൾക്കിടയിലേക്ക് കടത്തിവിടുന്നുണ്ട്. ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്നുണ്ടോ ഇപ്പോൾ? അല്ല, തീർച്ചയായും. ഞാനിപ്പോൾ മനസ്സിലായി ഇത് പറഞ്ഞത്, ജമാഅത്ത് ഇസ്ലാമി വിഷയം മുന്നോട്ട് വന്നപ്പോൾ ഒരു കാര്യം വ്യക്തമായില്ലേ. ഇപ്പം RSSനേക്കാളും BJPയെക്കാളും വർഗീയത പറയുന്നത് CPM ആണ് എന്ന് എക്സ്പോസ്ഡായി. ഇപ്പം ജമാഅത്ത് ഇസ്ലാമിയെ കൊണ്ടു നടന്നത് ആരാണ്? CPM ആണ്. 40 കുറേ കാലം കൊണ്ടു നടന്നു, എല്ലാ ഇലക്ഷനിലും അവർ ഉപയോഗിച്ചു. ഇപ്പോഴാണ് അവർ UDFനോടൊപ്പം വന്നപ്പോഴാണ് തള്ളിക്കളഞ്ഞത്. UDFനൊപ്പം വന്നോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കേസ്. ഞങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്, മതരാഷ്ട്രവാദം ഉപേക്ഷിക്കണമെന്നുള്ള ഒരു സ്റ്റാൻഡിൽ തന്നെയാണ്. അവർക്ക് അത് ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഈ ചർച്ചകളൊക്കെ നടക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, CPMന് ധാർമ്മികമായി പിന്നെ ജമാഅത്ത് ഇസ്ലാമിയെ കൂടെ പിടിച്ചു അല്ലെങ്കിൽ ഇല്ല എന്ന് പറയാനുള്ള, അതുമായി ബന്ധപ്പെട്ട വിമർശനം ഉന്നയിക്കാനുള്ള ധാർമ്മികമായ ഒരു അവകാശവും CPMനില്ല. കാരണം അവരാണ് കുറേ കാലം കൊണ്ടുനടന്നത്. ഇപ്പോൾ CPM കൊണ്ടു നടന്നിട്ട് ഞങ്ങൾ കൊണ്ടു നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവരാണല്ലോ മാതൃക പ്ലേസ് ചെയ്യുന്നത്. ഇപ്പം ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം മുൻ മന്ത്രി ബാലൻ പറഞ്ഞ പ്രസ്താവന നമ്മളെല്ലാവരും കേട്ടാണ്. ഇതുമായി ബന്ധപ്പെട്ട ആഭ്യന്തര അല്ലെങ്കിൽ ലീഗോ ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കും കേരളത്തിൻ്റെ അധികാരത്തിൽ വന്ന UDF അധികാരത്തിൽ വന്നാൽ കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞ രീതിയിലുള്ള പ്രസ്താവന നമ്മൾ കണ്ടാണ്. നിരവധി മന്ത്രിമാർ ആ രീതിയിൽ പ്രസ്താവന നടത്തുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഒരു BJPയുടെ ഭരണം വേണ്ട. എല്ലാ വർഗീയതയും വിദ്വേഷവും വെറുപ്പും CPM നേതാക്കൾ തന്നെ ആവശ്യത്തിനധികം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഇത് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്തെ നേമത്തെ പൊളിറ്റിക്സും കൂടെ എനിക്ക് ഓർമ്മ വരികയാണ്. തിരുവനന്തപുരത്ത് നേമത്ത് ശിവൻകുട്ടി പിന്നെ ജയിച്ചു വന്നയാളാണ്. അന്ന് ശിവൻകുട്ടി ജയിച്ചത് കേരളത്തിലെ അല്ലെങ്കിൽ നേമത്തെ മതനിരപേക്ഷത ജനങ്ങൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്തുകൊണ്ടാണ്. ബഹുഭൂരിപക്ഷം ആളുകൾ വോട്ട് ചെയ്തുകൊണ്ടാണ്. അദ്ദേഹത്തെ വിശ്വസിച്ചാണ് വോട്ട് ചെയ്തത്.
പക്ഷെ അദ്ദേഹം ജയിച്ചതിന് ശേഷം ഞാൻ RSSനെതിരെ പോരാട്ടം നടത്തി എന്ന് വലിയ വീരവാദം പറഞ്ഞിട്ട് അവസാനം എന്താണ് ചെയ്തത്? PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടു. മുഴുവൻ ആളുകളെയും വിഡ്ഢികളാക്കി. ഇപ്പം നിയമം ജയിച്ചു അല്ലെങ്കിൽ BJP തോറ്റു എന്ന് പറയുന്നത് ഓരോ മലയാളിക്കും അഭിമാനമാണ് ഇല്ലേ? RSSനെ അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികളെ കേരളത്തിന് പുറത്ത് നിർത്തുന്നതിൽ ഞങ്ങളെല്ലാവരും അഭിമാനിക്കുന്നു. അപ്പോൾ അതിൽ പിന്നെ നമുക്ക് പ്രയാസമില്ല. പക്ഷേ അദ്ദേഹം ഇപ്പോൾ എന്നെ ആയിരുന്നല്ല, കേരളത്തിലെ മുഴുവൻ ആളുകളെയും ഒറ്റയടിക്ക് വഞ്ചിച്ചു ഇല്ലേ? PM-ശ്രീ പദ്ധതി എന്താണ്? കേരളത്തിലെ വിദ്യാർത്ഥികളെ RSSന് എന്തുകൊണ്ട് കേരളത്തിൽ കടക്കാൻ കഴിയുന്നില്ല? കാരണം കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ അതിനകത്തുള്ള സിലബസിൽ ഈ വർഗീയതയും വിദ്വേഷവും കൊണ്ടുവരാൻ കഴിയാത്തത് കൊണ്ടാണ്. ആ സിലബസിനകത്ത് വിദ്വേഷവും വെറുപ്പും കൊണ്ടുവരാൻ സഹായിച്ചത് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടിയാണ്. അപ്പോൾ നിയമം പോലൊരു മണ്ണിൽ വർഗീയതയ്ക്കെതിരെ പോരാടുന്നു എന്ന് പറഞ്ഞ് വർഗീയതയ്ക്കെതിരെ പോരാട്ടം നടത്തി എന്ന് പറഞ്ഞ് മന്ത്രിയായിട്ട് ഒപ്പിട്ടത് PM-ശ്രീ പദ്ധതിയാണ്. എന്നിട്ട് രസം അതല്ല, അപ്പം അബദ്ധത്തിൽ പറ്റിയതല്ല. ഇത് ABVPയുടെ ചെറുപ്പക്കാർ ബൊക്കയുമായി ശിവൻകുട്ടിയുടെ വീട്ടിലേക്ക് പോയപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ചിരിച്ച് 40 പല്ലും കാണിച്ച് ആ ബൊക്ക സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ABVP എന്തിനാണ് ബൊക്ക കൊടുത്തത്? അവരാവശ്യപ്പെട്ടത് മുന്നോട്ട് വെച്ചത് അംഗീകരിച്ചു എന്നുള്ള സന്തോഷത്തിലാണ് ബൊക്ക കൊടുത്തത്. ശിവൻകുട്ടി അത് സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? RSSും CPM തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, അവർക്ക് ആവശ്യം പോലെ വർഗീയതയും വിദ്വേഷവും ഇന്ന് CPM പറയുന്നുണ്ട്. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ച് പറയാൻ അവർക്ക് ഒരു യോഗ്യതയില്ല എന്നാണ് ഞാൻ പറയുന്നത്. അല്ല, ഇപ്പോൾ നമ്മൾ ചില മണ്ഡലങ്ങൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ പ്രതീക്ഷ എത്രത്തോളമുണ്ട് UDFന്? തിരുവനന്തപുരത്ത് എവിടെയൊക്കെ നിങ്ങൾക്ക് ജയം ഉറപ്പ് എന്ന് പറയാൻ സാധിക്കുന്ന മണ്ഡലങ്ങളുണ്ട്? അല്ല, നമുക്ക് എല്ലാ മണ്ഡലവും ജയിക്കാൻ വലിയ സാധ്യതകൾ തന്നെ ഉണ്ട്, ഒരു തർക്കവുമില്ല. നമുക്ക് വട്ടിയൂർക്കാവിലൊക്കെ വലിയ പോരാട്ടം നടക്കുന്നു. ഇപ്പോൾ വട്ടിയൂർക്കാവിൽ ശ്രീ K. മുരളീധരനാണ്. നമുക്ക് തിരിച്ചു പിടിക്കും. ഞാൻ VK പ്രശാന്തിനെ പോലെ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ നല്ല ഫൈറ്റ് നടത്താൻ തന്നെ അദ്ദേഹം മുന്നോട്ട് വന്നു. അവിടെ അദ്ദേഹം 1000-ലേറെ കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയതായി അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. അല്ല, അതിൽ കൂടുതൽ VK പ്രശാന്തിൻ്റെ കീശയിലായിട്ട് പോയി കാണും. കാരണം അദ്ദേഹത്തിൻ്റെ പിന്നെ നേതൃത്വത്തിൽ നടത്തിയ ഗ്ലാസ് ബ്രിഡ്ജ് തകർന്ന് വീണത് നമ്മളെല്ലാവരും കണ്ടു. ഒരു മാനദണ്ഡവും പാലിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ ആ വികസനങ്ങളൊക്കെ എങ്ങോട്ട് പോയി എന്നുള്ളത് കേരളത്തിലെ ആ വട്ടിയൂർക്കാവിലെ ജനങ്ങൾ ചർച്ച ചെയ്യും. ജനകീയനാണ് അദ്ദേഹം എന്നാണ് മറ്റൊരു അല്ല, അദ്ദേഹം ജനകീയനപ്പുറം ഞാൻ പറഞ്ഞില്ല, അദ്ദേഹത്തിനെതിരെ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന സൊസൈറ്റിക്കെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ജനകീയതൊക്കെ ഇനി നഷ്ടപ്പെടും. അദ്ദേഹം കരാറെടുത്ത് അഴിമതി നടത്തിയിരിക്കുകയാണ്. അത് എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ CPM ഇന്നിപ്പോൾ പിണറായി വിജയൻ ഭരിക്കുമ്പോഴുള്ള ഗുണം എന്താണ്? ഒരു അന്വേഷണം അവർക്കെതിരെ ഉണ്ടാകില്ല എന്നുള്ളതാണ്. ശരിക്കും എന്തുമാത്രം അഴിമതികൾ നടക്കുന്നു. ഇവർ മേയർ ബ്രോ ചമഞ്ഞുകൊണ്ട് പിന്നെ ആവശ്യത്തിലധികം ഫണ്ട് വെട്ടിപ്പ് നടത്തുന്നതാണ് കേരളം കണ്ടത്. നിങ്ങൾ ഏതെങ്കിലും ഒരു കരാർ പിണറായി വിജയൻ്റെ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു കരാർ സുതാര്യമായി ഏൽപ്പിച്ചതായിട്ട് അറിയാൻ കഴിയുന്നുണ്ട്? ഊരാലുങ്കൽ കൊടുക്കുന്നു, ഗണേശിൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്നു, VK പ്രശാന്തിന് കൊടുക്കുന്നു, ഒരു മാനദണ്ഡവും പാലിക്കുന്നില്ല. അപ്പോൾ ബോധപൂർവ്വം അഴിമതി നടത്താനുള്ള സാഹചര്യം ഒരുക്കുകയാണ്. ആ അഴിമതിക്ക് നേതൃത്വം കൊടുത്ത VK പ്രശാന്തിനെ തിരിച്ചറിയും. ഇപ്പം നമുക്ക് K. മുരളീധരനെതിരെ അങ്ങനെ ഒരു ആരോപണം ഉണ്ടോ? ഇല്ല. അദ്ദേഹത്തിനോട് പാർട്ടി മറ്റൊരു സ്ഥലത്ത് സാഹചര്യം ആവശ്യപ്പെട്ടപ്പോൾ പോയി മത്സരിച്ചതാണ്. അത് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് ഈ ജനകീയത ഒരു രീതിയിലും ബാധിച്ചിട്ടില്ല, വർദ്ധിച്ചതേ ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരം നഗരസഭയുടെ ആ ഒരു മുന്നേറ്റത്തിന് ഈ 10-ൽ നിന്ന് 21 ആക്കാൻ മുന്നിൽ നിന്ന് ആരാണ്? അദ്ദേഹം നടത്തിയ ജാഥകളും അദ്ദേഹം നടത്തിയ സ്ഥാനാർത്ഥി നിർണ്ണയവും അദ്ദേഹം നടത്തിയ പ്രസ്താവനകളാണ് ഗുണം ചെയ്തത്. അത് വട്ടിയൂർക്കാവിൽ തന്നെ 10 കോർപ്പറേഷൻ വാർഡിലെ കൗൺസിലർമാരെ ജയിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വട്ടിയൂർക്കാവിനെ കുറിച്ച് ഒരു ആശങ്കയുണ്ട്. അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ ചെയ്യും, ഒരു കുഴപ്പമില്ല. അദ്ദേഹത്തിന് പരിചയസമ്പത്ത് എനിക്ക് തോന്നുന്നു അവിടെ വലിയ രീതിയിൽ അദ്ദേഹത്തിന് സഹായകമാകുന്നു. അദ്ദേഹത്തിന് ഓരോ വ്യക്തികളെ നേരിട്ട് അറിയാലോ. ഞാനിരുന്ന് പറയാൻ പോലും ആളല്ല അദ്ദേഹത്തിന്. ഈ ഇങ്ങനെ ഒരു അളക്കാനോ മെഷർ ചെയ്യാനോ ആളല്ല. ഉറപ്പായിട്ടും അദ്ദേഹത്തിന് വലിയ വിജയം ഉണ്ടാവും. UDFന് വടക്കൻ കേരളത്തിലോട്ടാണ് കൂടുതൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള സാഹചര്യം. ഓക്കെ, മധ്യ കേരളത്തിലും മോശമില്ലാത്ത പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണ് കഴിയുന്നത്. തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ ഈ പ്രകടനം അത്രയേറെ മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? വടക്കൻ കേരളത്തിന് സമാനമായ രീതിയിൽ അങ്ങനെ ഒരു ആശങ്കയ്ക്ക് വകയില്ല. ഞാൻ ചോദിക്കട്ടെ, എല്ലാവരും ബാധിക്കപ്പെട്ടവരില്ലേ? കേരളത്തിൽ മുഴുവൻ വടക്കെന്നോ തെക്കെന്നോ ഇല്ലല്ലോ. പിണറായി വിജയൻ മുഴുവൻ ആളുകളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഇപ്പോൾ ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഏറ്റവും ടഫായിട്ടുള്ള സീറ്റ് വട്ടിയൂർക്കാവിൽ K. മുരളീധരനെ പോലെ പ്രധാനപ്പെട്ട ആൾ മത്സരിക്കുകയാണ്. കഴക്കൂട്ടത്ത് ശരത്ചന്ദ്ര പ്രസാദിനെ പോലുള്ള ആളുകൾ മത്സരിക്കുകയാണ്. തിരുവനന്തപുരത്ത് CP ജോൺ എന്താ അദ്ദേഹത്തിൻ്റെ മേന്മ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നമുക്ക് തിരുവനന്തപുരത്ത് നമുക്ക് അല്ലെങ്കിലും മേൽക്കെയുള്ള സ്ഥലമാണ്. ഇപ്പം നേമത്ത് പോലും ഞാൻ മനസ്സിലാക്കുന്നത് ശബരിനാഥ് മത്സരിക്കുകയാണ്. അദ്ദേഹം പിന്നെ പഴയ നമുക്കറിയാം കാർത്തികേയൻ്റെ മകനാണ്. നിലപാടുകളുള്ള ആളാണ്. വർഗീയതയ്ക്കെതിരെ അദ്ദേഹം ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ലല്ലോ. അദ്ദേഹത്തിന് എത്രയും നല്ല സേഫ് സീറ്റുകളുണ്ട്. അത് വിട്ടിട്ട് പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം മത്സരിക്കാൻ ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ പാർട്ടി എത്രത്തോളം സീരിയസ് ആയിട്ടാണ് ഈ ഇലക്ഷനെ കാണുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റു സീറ്റുകളിൽ സ്ഥാനാർത്ഥി അടിയന്തരമായ പ്രഖ്യാപനം ഉണ്ടാവും. അവിടെയെല്ലാം അവിടുത്തെ പ്രാദേശികമായ നിയമസഭാ സാമാജികർ ജനവിരുദ്ധരായി മാറി എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെക്കെന്നോ വടക്കെന്നോ ഇല്ലാത്ത രീതിയിൽ മുഴുവൻ ആളുകളെയും ബാധിപ്പിക്കില്ല. അപ്പോൾ ആശാപ്രവർത്തകർ സമരം ചെയ്തത് തെക്കെന്ന് മാത്രമാണ്. ആശാപ്രവർത്തകർ കേരളത്തിൽ അങ്ങറ്റം മുതൽ ഇങ്ങറ്റം ഉള്ള ആളുകൾ ഒരു വർഷത്തോളം സമരം നടത്തിയില്ലേ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 100 രൂപ കൂട്ടാൻ വേണ്ടിയാണ് അവർ സമരം നടത്തിയത്.
അവരവിടെ ഇരിക്കുമ്പോൾ ആശാപ്രവർത്തകർ 100 രൂപയ്ക്ക് വേണ്ടി ആ പിണറായി വിജയൻ്റെ കാല് പിടിച്ച് സമരം ചെയ്യുമ്പോഴാണ്, ആ തമ്പുരാൻ്റെ മുന്നിൽ കാല് പിടിച്ച് സമരം ചെയ്യുമ്പോഴാണ് PSCയുടെ ചെയർമാന് 4 ലക്ഷം രൂപ ശമ്പള വർധന ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനേക്കാൾ വലിയ ജനവിരുദ്ധത ആർക്ക് കാണിക്കാൻ കഴിയുന്നു? എത്ര വലിയ ധാർഷ്ട്യമാണ് ഈ ഗവൺമെൻറ് കാണിക്കുന്നത്? അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ സമരം നടക്കുമ്പോൾ ഞങ്ങളെ സമരത്തെ അവഗണിച്ച് PSCയുടെ ചെയർമാൻ ഒരു നിയമനം പോലും നടത്തുന്നില്ല. എത്ര മനുഷ്യരാണ് ആത്മഹത്യ? അനു, ഡേവിഡ് എന്ന് പറയുന്ന എത്ര ചെറുപ്പക്കാർ തൊഴിൽ കിട്ടാത്തതിൻ്റെ പേരിൽ PSCയുടെ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് ജോലി കിട്ടാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഒരാൾക്ക് പോലും നിയമനം കൊടുക്കാത്ത PSCയുടെ ചെയർമാന് 4 ലക്ഷം രൂപ കൊടുക്കുന്നു. ഞങ്ങളിവിടെ പാട്ടക്കുട്ടി സമരം ചെയ്യുന്ന ഒരു വ്യവസ്ഥ. അങ്ങനെ വരുമ്പോൾ അവർ ആ ജനവിഭാഗം പിന്നെ ആരോടൊപ്പം നിൽക്കും എന്നുള്ളതാണ്. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിങ്ങൾ പോവുക, തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നമ്മൾ നിരന്തരമായി ഇപ്പം മന്ത്രി വീണ ജോർജിനെതിരെ എന്തിനാണ് സമരം ചെയ്തു എന്നാണ് പറയുന്നത്. നിരന്തരമായി നമ്മൾ സമരം ചെയ്യുന്നു. ഞാൻ ചോദിക്കട്ടെ, തിരുവനന്തപുരം ജില്ലയിൽ വിളപ്പുശാലയിൽ ബിസ്മീർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അർദ്ധരാത്രി, എനിക്ക് നിങ്ങൾക്ക് സംഭവിക്കാം, ഹൃദയവേദനയുമായി ആ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പോയപ്പോൾ ഗേറ്റ് അടച്ചു. പിന്നെ വിശദീകരണം ചോദിച്ചപ്പോൾ എത്ര അഹങ്കാരത്തോടു കൂടിയാണ് ജീവനക്കാർ പ്രതികരിച്ചത്. ഞങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടു, രാത്രിയാണോ വരേണ്ടത് എന്ന് ചോദിക്കുകയാണ്. ആ മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. നിങ്ങൾ നെടുമങ്ങാട് പോയി നോക്കൂ. നെടുമങ്ങാട് ഹസ്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇന്ന് മലവിസർജനം നടത്തുന്നത് ജനനേന്ദ്രിയത്തിൽ കൂടിയാണ്, അല്ലെങ്കിൽ മൂത്രനാളിയിലൂടെയാണ്. നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? നമ്മുടെ ശരീരഘടന ഇങ്ങനെയാണ്, മലം എൻ്റെ മൂത്രനാളിയിലൂടെ വിസർജിക്കുന്നൊരു അവസ്ഥ ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? അത്രയേറെ ദുരിതം ഈ ആരോഗ്യവകുപ്പിൻ്റെ ചികിത്സാ പിഴവ് കൊണ്ട് അനുഭവിക്കുകയാണ്. അവരുടെ വീട്ടുകാർ, ആ വിഭാഗം അവരോടൊപ്പം നിൽക്കുമോ? അപ്പം ഞങ്ങൾ അന്ന് സമരം ചെയ്തു. ഈ ചികിത്സാ പിഴവ് നടത്തിയ ഡോക്ടറിനെതിരെ നടപടി ആവശ്യപ്പെട്ടു. ഒരു നടപടികളും ഉണ്ടായില്ല. എന്തുമാത്രം അഹങ്കാരത്തോട് ഇടതുപക്ഷമാണ്, നിങ്ങൾ മനസ്സിലാക്കണം, നടപടി ഉണ്ടായിട്ടില്ല. അപ്പം നിങ്ങൾ ഇത് വലിയ പാഠം കൊടുക്കേണ്ടി വരും, വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് കേട്ടില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതേ ഡോക്ടർ കാരണം വീണ്ടും പിന്നെ നവജാത ശിശു, ഈ നെടുമങ്ങാട് താലൂക്ക് ജില്ലാ ആശുപത്രിയിൽ ഒരു നവജാത ശിശുവിൻ്റെ ജീവനെടുത്തു. അതേ ഡോക്ടർ. ഒരു നടപടി ഉണ്ടായിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറയുന്ന ഉഷാ ജോസിൻ്റെ വയറിൽ നിന്ന് കത്രിക കണ്ടെത്തുന്നത്. നിങ്ങൾ ചിന്തിക്കാൻ കഴിയും, എക്സ്റേയിൽ കത്രിക കാണുന്നത് കണ്ടില്ലേ? എങ്ങനെ സമരം ചെയ്യാതിരിക്കും? ഒരു രാത്രി മുഴുവൻ ഫോൺ ചെയ്തു. ഇവിടുത്തെ മാധ്യമപ്രവർത്തകരും എല്ലാവരും ഫോൺ ചെയ്തു. മന്ത്രിയുടെ ജീവനക്കാരെയും സ്റ്റാഫിനെയും വിളിച്ചിട്ട് ഒരു ഫോൺ എടുത്തില്ല. അവസാനം പ്രതിപക്ഷ നേതാവും പിന്നെ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട KC വേണുഗോപാൽ MP ഒക്കെ ഇടപെട്ടാണ് അവരുടെ ചികിത്സ ഉറപ്പുവരുത്തുന്നത് അമൃത ഹോസ്പിറ്റലിൽ കൊണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഇവർ ചെയ്യുന്നത്? ഒരാൾ കത്രിക കണ്ടെത്തിയ ഒരു വിഷയത്തിൽ പ്രതികരണം ഇങ്ങനെയാണ് നടത്തേണ്ടത്? എത്ര പേരുടെ വിനോദിയുടെ കൈ നഷ്ടപ്പെട്ടു. വേണു എന്ന് പറയുന്ന കൊല്ലത്തുള്ളൊരു ചെറുപ്പക്കാരൻ, എൻ്റെ മരണത്തിന് കാരണം ഈ ആരോഗ്യവകുപ്പാണ്, എനിക്ക് ചികിത്സ കിട്ടുന്നില്ല, വലിയ ധാർഷ്ട്യമാണ് ഇവിടെ കാണുന്നത്, ഞാൻ മരിച്ചാൽ അവരാണ് ഉത്തരവാദി എന്ന് പറഞ്ഞ് ഒരാൾ മരണമൊഴി രേഖപ്പെടുത്തി മരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവരൊക്കെ ആരോടൊപ്പം നിൽക്കും? ഓരോ ദിവസവും ഇന്നലെ മെഡിക്കൽ കോളേജിൽ ICUവിൽ തീപിടുത്തം ഉണ്ടായില്ലേ? നിങ്ങളൊരു ലിസ്റ്റ് എടുത്ത് നോക്കൂ, എത്ര മെഡിക്കൽ കോളേജിൽ തീപിടുത്തം ഉണ്ടായി എന്ന് ലിസ്റ്റ് എടുത്ത് നോക്കൂ. കെട്ടിടം വീണ ആളുകൾ മരിക്കുന്നില്ലേ? പനി വെക്കാൻ ഇല്ലേ, സർജറിക്ക് ശേഷം പനി ഇല്ല എന്ന് പറഞ്ഞ് ആളുകൾ മുന്നോട്ട് വന്നില്ലേ? പിന്നെ ഹാരിസ് ചിറക്കൽ ഇല്ലേ, ആ ഡോക്ടർ, ഈ മന്ത്രിയുടെ സ്വന്തം സ്റ്റാഫല്ലേ? ഹാരിസ് ചിറക്കൽ എന്താ പറഞ്ഞത്? ഇന്ന സാധനങ്ങളില്ല എന്നൊരു അപേക്ഷ കൊടുക്കാൻ ഒരു വെള്ള പേപ്പർ പോലും കിട്ടാനില്ല എന്ന് പറയും. ഇത്ര വലിയ എക്സ്പോസ്ഡ് ആയ ഒരു സർക്കാരിനെതിരെ പിന്നെ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കണമെന്നാണ് പറയുന്നത്? ഏത് ജനവിഭാഗത്തിനാണ് ഗുണം കിട്ടിയത്? ഇപ്പോൾ പെൻഷൻ്റെ കാര്യമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ 6 ലക്ഷം കോടി രൂപ കടമെടുത്തു, അത് വിതരണം ചെയ്തു. അത് എത്ര കാലം നിലനിൽക്കാൻ കഴിയും ഒരു സർക്കാരിന്? ഒരു എഫക്റ്റീവായ ഒരു സർക്കാരിന് എത്ര കാലം? പക്ഷേ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അവരുടെ കയ്യിലെത്തുകയാണത്. നമുക്കറിയാം, പണ്ട് അതൊക്കെ ചില കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് മുൻപ് അവരുടെ കയ്യിലേക്ക് എത്തിയ പല ആനുകൂല്യങ്ങളും. അതെ, അങ്ങനെ ആനുകൂല്യം കൊടുത്താണ് കഴിഞ്ഞ തവണ അവർ കിറ്റ് കൊടുത്തും ആനുകൂല്യങ്ങൾ പിന്നെ പ്രഖ്യാപിച്ച് തന്നെയാണ് ആളുകളെ കബളിപ്പിക്കുന്നത്. പക്ഷേ എല്ലാ കാലത്തും അത് പറ്റത്തില്ലല്ലോ. ആനുകൂല്യം കൊണ്ട് ജനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. അവർക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകും. ഞാൻ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇപ്പോൾ എവിടെയോ ഒരിടത്ത് യുദ്ധം നടന്നപ്പോഴാണ് ഇന്ത്യയിൽ കേരളത്തിൽ അടുക്കളയിൽ പുകയാത്തത് ഇല്ലേ? അപ്പോൾ ചോദിക്കുക, അവിടെ യുദ്ധം നടക്കുന്നതിൽ ഇവിടെ എന്ത് ബന്ധമെന്ന് ചോദിച്ചു. അപ്പോൾ BJPയുടെ ഒരു പ്രധാനമന്ത്രി ഉണ്ട്, നരേന്ദ്രമോദി, മൂന്ന് ടേമായി 15 കൊല്ലമായിട്ട് പ്രധാനമന്ത്രിയായിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ രാജ്യത്തിന് സ്വയം പര്യാപ്ത ഊർജ്ജ മേഖലയിൽ നമുക്ക് എവിടെയെങ്കിലും ഒരിടത്ത് യുദ്ധം നടന്നാൽ നമ്മുടെ അടുപ്പ് പുകയുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഴ്ചയല്ലേ? നമുക്ക് ഊർജ്ജ പ്രതിസന്ധി നമുക്കുണ്ടായാൽ അതിന് പരിഹരിക്കാൻ പറ്റിയ സ്വയം പര്യാപ്തതയിലേക്ക് ഈ രാജ്യത്തെ എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ ഇതിൽ നിന്ന് അങ്ങോട്ട് പോയതല്ല, നമ്മുടെ നാടിൻ്റെ അവസ്ഥയെ ഞാൻ പറയുന്നത്. അപ്പോൾ അവർ തിരികെ ചോദിക്കും, അതിനു മുമ്പ് ഏറ്റവും അല്ല, ഞങ്ങൾ ഭരിച്ചിരുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. എവിടെയെങ്കിലും 1-ാം ലോക മഹായുദ്ധം ഉണ്ടായിട്ടുണ്ട്, 2-ാം മഹാലോക യുദ്ധം ഉണ്ടായിട്ടുണ്ട്, എന്തെല്ലാം വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പം പാകിസ്ഥാനുമായി നിരന്തര യുദ്ധത്തിൽ ഏർപ്പെട്ട് രാജ്യത്തെ പരാജയപ്പെടുത്തി 2ആക്കി വിട്ട ചരിത്രമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യക്ക് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കുക, ഹോർമൂസ് കടലിടുക്കിന്റെ ഒരു വിഷയമാണത്. അവിടുന്ന് ഇന്ത്യൻ കപ്പലുകൾ മാത്രമാണ് തുറന്നു വിട്ടത്. ഞാൻ അത് മാത്രമല്ല, ഈ 15 കൊല്ലം കൊണ്ട് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ എന്തെല്ലാം പഴയ ഇന്ത്യ അല്ലല്ലോ ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയല്ലല്ലോ. 15 കൊല്ലമായിട്ടും വീണ്ടും മുമ്പ് കോൺഗ്രസ് ഉണ്ടാക്കി വെച്ച സംവിധാനങ്ങളല്ലാതെ മറ്റൊന്നും ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇവർ പറയുന്ന മികച്ച പ്രധാനമന്ത്രിയാണെങ്കിൽ എവിടെ എന്ത് സംഭവിച്ചാലും ഇന്ത്യക്കൊന്നും സംഭവിക്കാൻ പാടില്ല. മൻമോഹൻ സിംഗ്, ഞാൻ ഒരു ഉദാഹരണത്തിന് പറയാം, നിങ്ങൾ അത് പറഞ്ഞുകൊണ്ടാണ്.
സാമ്പത്തിക മാന്ദ്യം വന്ന സമയത്ത് ലോകം മുഴുവൻ തകർന്ന് തരിപ്പണമായപ്പോൾ മൻമോഹൻ സിംഗിൻ്റെ ആ ഒരു ഇച്ഛാശക്തി കൊണ്ടും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പരിജ്ഞാനം കൊണ്ടും ഈ രാജ്യം പിടിച്ചു നിന്നു. വലിയ മാതൃകയായിരുന്നില്ലേ, വലിയ കൈയടി കിട്ടിയില്ലേ? അപ്പോൾ നിങ്ങളത് ചിരിച്ചു കളയാൻ വേണ്ടി പറഞ്ഞതല്ല, നിങ്ങൾ താരതമ്യം ചെയ്ത് നോക്കും. ഞാൻ ചോദിക്കട്ടെ, യുദ്ധത്തിനേക്കാൾ വലിയ പ്രതിസന്ധി ആയിരുന്നില്ല, അത് മറ്റൊരു യുദ്ധമായിരുന്നില്ലേ, സാമ്പത്തിക യുദ്ധമായിരുന്നല്ലോ, അന്ന് ഇന്ത്യ പിടിച്ചിരുന്നില്ലേ? ഇന്ന് ഇറാൻ എന്ന് പറയുന്ന ഒരു ചെറിയ ഇറാനും ഇസ്രായേലുമായി യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യയിൽ അടുപ്പ് പുകയുന്നില്ല എന്ന് പറയുമ്പോൾ ആരുടെ വീഴ്ചയാണ്? ഇനിയിപ്പോൾ നിരന്തര യുദ്ധം ഉണ്ടാവുമല്ലോ. ഇന്ത്യക്ക് മാത്രമല്ല അതിൻ്റെ പ്രശ്നം നേരിടുന്നത്. ഞാൻ പറയുന്നത് വേറെ ആർക്കും ഈ പ്രശ്നം ഉണ്ടാകുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യയാണ് അങ്ങോട്ട് പോയി ഇസ്രായേലിന് ഞങ്ങളുടെ ഫാദർലാൻഡ് എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി വലിയ പ്രഖ്യാപനം നടത്തിയത്. ഞാനൊക്കെ ഈ BJP-ക്കാരൊക്കെ ഇങ്ങനെ ഇസ്രായേൽ ഫാദർലാൻഡ് എന്നൊക്കെ പറയുമ്പോൾ ഞാനൊക്കെ ഇപ്പോഴും ഭാരതം എൻ്റെ ജന്മനാടാണ് എന്ന് പറയാൻ അഭിമാനിക്കുന്ന ആളുകളാണ്. എൻ്റെ ജനിപ്പിച്ചതെല്ലാം എൻ്റെ നാടാണ്, ഭാരതമാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയും. BJP-ക്കാർ പറയുന്നത് ഇസ്രായേലാണ് അവരെ ഫാദർലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിലൊക്കെ ദേശീയത മാറിക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ അത് രണ്ടാമത്തെ വിഷയം. കേരള രാഷ്ട്രീയത്തിൽ ഇപ്പം BJP-ക്ക് പ്രസക്തിയില്ല. അതിനെക്കുറിച്ച് പറഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ അവർ ഔട്ടാണ്. അവർ ചർച്ചയിലേ ഇല്ലാത്ത കാര്യമാണ്, അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. എങ്കിലും നേമത്തും വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തും ഒക്കെ അവരുടെ ഒരു ശക്തമായ സാന്നിധ്യം ഉണ്ടല്ലോ. അവർ വിജയമുറപ്പിച്ച് മുന്നോട്ട് പോകുന്ന മണ്ഡലങ്ങൾ കുറേയൊക്കെ ഇവിടെയും ഉണ്ട്. ഉണ്ട് എങ്കിലും അവർ വിജയത്തിലേക്ക് എത്താൻ സാധ്യതയില്ല. അവിടെയൊക്കെ ഞാൻ പറഞ്ഞില്ല, UDF-നൊപ്പമാണ് കേരളത്തിലെ ജനങ്ങൾ. അവർ വന്നിട്ട് കാര്യമില്ല എന്ന് എല്ലാവർക്കും ഭരണമാറ്റമാണല്ലോ ആഗ്രഹിക്കുന്നത്. BJP-ക്ക് വോട്ട് ചെയ്തുകൊണ്ട് CPM-ന് ഗുണപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് കേരളത്തിലെ ജനങ്ങൾ പോകില്ല. ഇപ്പോൾ BJP-ക്ക് ചെയ്യുന്ന ഓരോ വോട്ടും CPM-നാണ് ഗുണം ചെയ്യുന്നത്. ഇപ്പോൾ CPM ഇപ്പം BJP പ്രത്യേകിച്ച് സീറ്റ് വേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പറഞ്ഞത് PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയത് BJP ഭരിച്ചിട്ടില്ലല്ലോ കേരളത്തിൽ, CPM ഭരിക്കുമ്പോൾ തന്നെയല്ലോ. അപ്പം അവർക്ക് BJP-ക്ക് പ്രത്യേകിച്ച് ഒരു സീറ്റ് വേണമെന്നോ ഭരണം വേണമെന്നോ ഇല്ല. പിണറായി വിജയൻ അധികാരത്തിൽ വന്നാലും BJP-യുടെ അതേ ആശയം കേരളത്തിൽ നടപ്പിലാക്കുക. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ UDF-ന് അനുകൂലമായിട്ട് നിൽക്കുള്ളൂ. PM ശ്രീ പദ്ധതിയെക്കുറിച്ചും ഞാൻ ചില സ്കൂളുകളൊക്കെ പോയി കണ്ട് വിലയിരുത്തിയത് കൊണ്ട് പറയുകയാണ്. PM ശ്രീ പദ്ധതിയെ നമ്മളിങ്ങനെ കണ്ണടച്ചെതിർക്കേണ്ടതുണ്ടോ? അത് ഒരു സ്കൂളിന് അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കിട്ടേണ്ട ഒരു സൗകര്യം എന്തിന് നമ്മൾ പാഴാക്കുന്നു എന്നൊരു സംഭവം കൂടിയുണ്ട്. അവിടെ മറ്റൊന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, അവിടെ വർഗീയതയൊന്നും പഠിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നില്ല. സർക്കാരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സിലബസിൽ സമൂലമായ ഒരു മാറ്റം വരുത്തുവാൻ അങ്ങനെ ആർക്കും സാധിക്കില്ല. അല്ല, അത് നിങ്ങളുടെ തെറ്റായ ധാരണയാണ്. ഇപ്പം നമുക്ക് ഫണ്ടിൻ്റെ കാര്യത്തിൽ ഫണ്ടിന് വേണ്ടി കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന കുട്ടികൾ തമ്മിൽ വിദ്വേഷവും വെറുപ്പും ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു സിലബസിന് അംഗീകാരം കൊടുക്കാൻ കഴിയില്ലല്ലോ. അതിൻ്റെ സിലബസ് അങ്ങനെയല്ല. സിലബസ് പറയുന്നത് പിന്നെ പിന്നെ ആത്മീയതയും അതുപോലെ തന്നെ പിന്നെ സത്യവിരുദ്ധമായ ചരിത്രവിരുദ്ധമായിട്ടുള്ള പിന്നെ മറ്റു കാര്യങ്ങളും പഠിപ്പിക്കാൻ വേണ്ടിയുള്ള സിലബസാണ്. അതിനകത്ത് കൃത്യമായി പറയുന്നത് എന്താണ് പഠിപ്പിക്കേണ്ടത് എന്ന് കൃത്യമായി പറയുന്നത്. അത് നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരത്തിനും നമ്മുടെ ഇന്ന് വരെയുള്ള വിദ്യാഭ്യാസ നയത്തിനും വിരുദ്ധമാണ്. അപ്പോൾ അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇല്ല, അത്തരത്തിൽ അങ്ങനെ ഒരു തലമുറയെ തെറ്റായ രീതിയിലേക്ക് നയിക്കുന്ന സംഭവങ്ങൾ അതിലുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അല്ല, അവരുടെ സിലബസിൽ പറയുന്നുണ്ടല്ലോ ഏതിനാണ് ഊന്നൽ കൊടുക്കേണ്ടത്. ഹിന്ദുത്വത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വിദ്യാഭ്യാസത്തിനാണ് ഊന്നൽ കൊടുക്കേണ്ടത് എന്ന് അതിൽ കൃത്യമായി സിലബസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഹിന്ദുത്വ എന്നുള്ള വാക്കൊന്നും അവിടെ ഉപയോഗിക്കുന്നില്ല. അല്ല, ഞാൻ പറയുന്നുണ്ട് കൃത്യമായി അതിൽ പറയുന്നുണ്ട്. അതിൽ ഒരു പിന്നെ നമുക്ക് പിന്നെ ശാസ്ത്രവിരുദ്ധമായ മിത്തുകളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണമെന്നൊക്കെ അതിൽ പറയുന്നത്. മിത്തുകൾ എന്നാണ് പറയുന്നത്. മിത്തുകൾ പറയുന്നത് പിന്നെ നമ്മൾ അത് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ മറ്റേ മിത്തുകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ നരേന്ദ്രമോദി ഇപ്പോൾ പറയുന്നത് പോലെ കൊറോണ പ്രതിരോധിക്കാൻ പാട്ട കൊട്ടിയും വിളക്ക് കത്തിച്ചും ശബ്ദമുണ്ടാക്കിയാൽ കൊറോണ പോകും എന്ന് പറയുന്ന ഒരു അന്ധവിശ്വാസത്തിലേക്ക് ഈ മിത്തുകൾ പ്രേരിപ്പിക്കുമെന്നുള്ളതാണ്. മിത്തുകൾ വ്യത്യാസമാണ്. നമുക്ക് കുട്ടികളുടെ ഉള്ളിലേക്ക് ശാസ്ത്രബോധമാണ് വളർത്തേണ്ടത്, മിത്തുകളാൽ നമുക്ക് പഠിക്കാം. സിലബസിനകത്ത് പിന്നെ കഥകളും അതൊക്കെ ആവാം, പക്ഷെ മിത്തുകൾ പഠിപ്പിക്കുന്നത് ശരിയാവും. കാരണം നരേന്ദ്രമോദി ഇപ്പോഴും ആദ്യത്തെ ഫ്ലൈറ്റ് ഹനുമാൻ സഞ്ചരിച്ചതോ അല്ലെങ്കിൽ രാവണൻ കൊണ്ടുപോയ ആ വാഹനമാണ് ആദ്യത്തെ ഫ്ലൈറ്റ് എന്ന് പഠിപ്പിക്കുന്നത് ഏത് രീതിയിലുള്ള അങ്ങനെയൊന്നും പഠിപ്പിക്കുന്നില്ല. അതൊക്കെ അല്ല, അത്തരത്തിലുള്ള അതൊന്നുമില്ല. അതൊക്കെ വെറുതെയാണ്. അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് അങ്ങനെ പറയുന്നത് തെറ്റിദ്ധാരണ കൊണ്ട് പറയുന്നതാണ്. ഇപ്പം നമുക്കിപ്പോൾ തിരുവനന്തപുരത്ത് നഗരത്തിലുള്ള തന്നെ സ്കൂളുകളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ചില സ്കൂളുകളിലൊക്കെ PM ശ്രീ പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ, കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ നടപ്പിലാക്കുന്നതാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ വിഷയം അതല്ല. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വേണമെങ്കിൽ മറ്റൊരു അവസരത്തിൽ പറയാം. ഇനിയിപ്പോൾ ഈ PM ശ്രീ പിന്നെ അങ്ങനെയാണ് എന്ന് ആദ്യം പറഞ്ഞതും അതിനുവേണ്ടി സമരം ചെയ്തതും നിലപാട് സ്വീകരിച്ചതും CPM-ആണ്. ഹിന്ദുത്വത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ വിദ്യാഭ്യാസ നയങ്ങളാണ് എന്ന് പറഞ്ഞത് CPM-ആണ് ശക്തമായി പറഞ്ഞത്. അവർ സമരരംഗത്ത് ഉണ്ടായിരുന്ന ആളുകളാണ്. പെട്ടെന്ന് അവർക്ക് മലക്കം മറിഞ്ഞു എന്നുള്ളതാണ്. ഞങ്ങൾ മാത്രമല്ല പറയുന്നത്, എൻ്റെ മാത്രം വാദമല്ല, ഞാൻ അവരിൽ നിന്നും കുറേയൊക്കെ പഠിച്ചതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, എന്തായാലും ഇപ്പോൾ CPM-നെ തോൽപ്പിക്കണം, CPM പോലൊരു പാർട്ടിയെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ, LDF-നെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ, കാരണം അവർക്ക് ശക്തമായൊരു സംവിധാനമുണ്ട്, കേഡർ സംവിധാനമുണ്ട്.
ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് രമേശ് ചെന്നിത്തല പ്രചാരണത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്നു. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി ക്യാമ്പയിനുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എല്ലാവരും വളരെ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടോ? ഒപ്പം തന്നെ അവസാനമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഈ തർക്കങ്ങളൊന്നുമില്ലാതെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കി പ്രചരണ രംഗത്തേക്ക് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ഇറങ്ങാൻ എത്ര വേഗത്തിൽ സാധിക്കും UDF? ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ നമ്മൾ ചർച്ച നടക്കുന്ന സമയത്ത് തന്നെ ഇത് പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. വളരെ വേഗത്തിലാണല്ലോ. ഇപ്പം കഴിഞ്ഞ മെനിയാന്നാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിച്ചത്. ഇന്നലെ തന്നെ നമ്മൾ 55 പേരുടെ പട്ടിക പ്രഖ്യാപിച്ചു. ഇന്ന് ബാക്കി പ്രഖ്യാപിക്കും. അങ്ങനെ തർക്കങ്ങൾ ഇതിപ്പോൾ എല്ലാ പാർട്ടിയിലും ഉണ്ട്. തർക്കങ്ങൾ ഒരു വലിയ വിഷയമല്ല. പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഓക്കെ വി ഡി സതീശൻ നിലപാടുകളുടെ ഒരു നേതാവ് തന്നെയാണ്, പക്ഷേ ചില കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു പൊളിറ്റീഷ്യന് വേണ്ട ഫ്ലെക്സിബിലിറ്റി അദ്ദേഹം കാണിക്കേണ്ടതുണ്ട്. ഇത്രയേറെ കടുപിടുത്തം ആവശ്യമുണ്ടോ? മറ്റൊരു പിണറായി നമുക്ക് ആവശ്യമില്ല കേരള രാഷ്ട്രീയത്തിൽ. അങ്ങനെ ഒരു നിലപാടിൽ നിന്നും അദ്ദേഹം പിന്നോട്ട് പോകേണ്ടതല്ലേ? വി ഡി സതീശൻ കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി വന്നാൽ വളരെ ഗംഭീരനായ ഒരു നേതാവാകും എന്നുള്ള അഭിപ്രായമുണ്ട്. അതൊക്കെ ഓരോരുത്തർ ഇൻഡിവിജ്വൽ ക്യാരക്ടറാണ്. അത് അപ്പോൾ ഞാൻ ഒരു ക്യാരക്ടറാണ്. പെട്ടെന്ന് ഞാൻ ഇന്ന സ്ഥാനത്ത് എത്തുമ്പോൾ എൻ്റെ ക്യാരക്ടർ മാറ്റേണ്ട കാര്യം. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാട് കൊണ്ട് ആർക്കെങ്കിലും ഉപദ്രവമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലേ ഞാൻ ചോദിക്കുന്നത്. പാർട്ടി വിരുദ്ധമായിട്ടോ ജനവിരുദ്ധമായിട്ടോ വ്യക്തിവിരുദ്ധമായിട്ട് ആർക്കെതിരെ മോശം അങ്ങനെയല്ലോ. അത് അദ്ദേഹത്തിൻ്റെ നിലപാട് ചിലത് ശരിയാണെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കുന്നു. ചിലപ്പോൾ അത് സ്ട്രോങ് ആയിട്ട് പറഞ്ഞാലേ ആളുകൾക്ക് അത് എത്തുകയുള്ളൂ എന്നുള്ള സാധനമില്ല. അതൊന്നും ഓരോരുത്തരും സുധാകരൻ്റെ ശൈലിയുണ്ട്. ഷാഫി പറമ്പിൽ എംപിയുടെ ശൈലി വേറെ വ്യത്യസ്തമാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ ശൈലി വളരെ വ്യത്യസ്തമാണ്. നിങ്ങൾ KPC പ്രസിഡൻ്റെ ശൈലി കണ്ടിട്ടില്ല? എത്ര വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം കാര്യം പറയുന്നത്. ഒരു ഒച്ചയും ബഹളമൊന്നുമില്ല. ഓരോരുത്തർക്കും ഓരോ ശൈലിയാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒത്തിരിയുണ്ട്. പ്രതിപക്ഷ നേതാവിൻ്റെ ശൈലി അംഗീകരിക്കുന്ന ആളുകൾ ഒത്തിരിയുണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ വന്നതിന് ശേഷമല്ലല്ലോ, അദ്ദേഹത്തോടൊപ്പം നിയമസഭയിൽ എത്രയോ വർഷമായിരുന്ന ആളാണ്. ഞാൻ ചോദിക്കുന്നത് ഇത് 5ാം തവണയാണ് ഇല്ലേ അവിടെ നിന്ന് ജയിച്ചു വരുന്നത്. അപ്പം 5 തവണയും ജയിച്ചു വന്ന ഒരാളുടെ സ്വഭാവം മാറ്റണമെന്നോ ശൈലി മാറ്റണമെന്നോ എന്ന് ഞാൻ പറയാനോ നാട്ടുകാർ പറയാനോ എന്തായാലും നല്ലൊരു കാര്യമില്ല. എന്തായാലും നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് പോലെ ഒട്ടേറെ നേതാക്കൾ വ്യത്യസ്തരായിട്ടുള്ളവർ അത് ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുന്നു എന്നാണ് നേമം ഷജീർ പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മികച്ച ഒരു ഓളം സൃഷ്ടിച്ചുകൊണ്ടുള്ളൊരു തേരോട്ടം നടത്തുവാൻ UDF സാധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റ് സംസാരിച്ചത് വളരെയധികം നന്ദി. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡ് കാണാം നമുക്ക്. നമസ്കാരം.